ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം. ഹരി ഓം. നാരായണ. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം സുഖമുഖാതമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷദാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ
ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ
ഒന്നും തരേണ്ട ആവശ്യമില്ല അല്ലേ. നിന്റെ കർത്തവ്യകർമ്മം നീ നന്നായി നിർവഹിച്ചാൽ അത് തന്നെയാണ് എനിക്ക് ചെയ്യാവുന്ന പൂജ എന്ന് വെച്ചാൽ, സ്വന്തം മക്കള് കർത്തവ്യകർമ്മം ചെയ്യുമ്പോഴാണ് അവർക്ക് എല്ലാ ശ്രേയസ്സും ഉണ്ടാവുക, അവർക്ക് യശസ്സുണ്ടാവുക, അവർക്ക് സൽഗതി ഉണ്ടാവുക. അങ്ങനെ അവർ ശ്രേഷ്ഠന്മാരായി തീരുമ്പോൾ അതിൻ്റെ നന്മ ആർക്കാ കിട്ടുന്നത്? പിതൃക്കൾക്ക് തന്നെയാണ് കിട്ടുന്നത്. അച്ഛനമ്മമാർക്ക് തന്നെയാണ് ആ കുട്ടികളുടെ യശസ്സിൻ്റെ അംശം വന്നു ചേരുക. ഇന്ന ആളുടെ മകനാണെന്നല്ലേ പറയുക അല്ലേ. മക്കൾ നന്നായാൽ അച്ഛനമ്മമാർക്ക് വലിയ അഭിമാനമാണ്, അവരുടെ ജീവിതം ധന്യമാവുകയാണ്. അവർക്ക് എന്തെല്ലാം കുറവുണ്ടെങ്കിൽ പോലും അവർക്ക് ആ കുറവൊക്കെ നികത്തിക്കൊണ്ട് മക്കള് പ്രശസ്തരായിരിക്കുന്നുവല്ലോ, ശ്രേഷ്ഠന്മാരായിരിക്കുന്നുവല്ലോ, സമൂഹത്തിൻ്റെ മുമ്പിൽ ബഹുമാനിക്കുന്നവരായിരിക്കുന്നുവല്ലോ, എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നവരായിരിക്കുന്നുവല്ലോ എന്ന് കാണുമ്പോൾ അച്ഛനമ്മമാർക്ക് കിട്ടുന്നൊരു നിർവൃതിയുണ്ട്. അവരുടെ ആ പ്രയത്നങ്ങളൊക്കെ സഫലമാകുന്നത് അപ്പോഴാണ്. 10 മാസം ഗർഭത്തിൽ ചുമന്നതും ബാല്യത്തിൽ കുട്ടികളെ ശുശ്രൂഷിച്ചതും രോഗാദി ദുരിതങ്ങൾ വന്നപ്പോൾ ഉറക്കമിളച്ച് കാവലിരുന്നതും അവരെ എന്താ പറയുക പട്ടിണികളും ദാരിദ്ര്യവുമൊക്കെ അനുഭവിച്ചുകൊണ്ടും അല്ലേ, വയറ് മുറുക്കി ഉടുത്തും മക്കളെ പോറ്റിയതിൻ്റെ എല്ലാറ്റിൻ്റെയും സാഫല്യം അവർക്ക് ലഭിക്കുന്നത് മക്കൾ ശ്രേഷ്ഠന്മാരായി നല്ല പേരെടുക്കുമ്പോഴാണ്. അല്ലാതെ നേരിട്ട് കുറേ ധനമുണ്ടാക്കി കൊണ്ടു കൊടുക്കുന്നതിനേക്കാൾ കുറേ കൊള്ളയടിച്ചിട്ട് ആളുകളെ വഞ്ചിച്ചിട്ട് പലരെയും കൊല ചെയ്തിട്ട് പലരുടെയും കണ്ണീര് വീണ ധനം അച്ഛനമ്മമാർക്ക് മക്കൾ കൊണ്ടു കൊടുക്കുന്നതിനേക്കാൾ ഉത്തമം എല്ലാവരുടെയും കണ്ണീരൊപ്പുന്ന മക്കളാണെങ്കിൽ അങ്ങനെയുള്ള മക്കളാണ് അച്ഛനമ്മമാർക്ക് എന്നേക്കും യശസ്സിനെ കൊടുക്കുന്നവർ. അപ്പോൾ തീർച്ചയായിട്ടും ബ്രഹ്മദേവൻ പറഞ്ഞത് എല്ലാ അച്ഛനമ്മമാരും അറിഞ്ഞിരിക്കേണ്ടതാണ്, എല്ലാ മക്കളും അറിഞ്ഞിരിക്കേണ്ടതാണ്. മക്കൾക്ക് അച്ഛനമ്മമാരോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കടമ, അതുപോലെ അച്ഛനമ്മമാർ മക്കളിൽ നിന്ന് ആവശ്യപ്പെടേണ്ടതും എന്താണെന്ന് അറിഞ്ഞിരിക്കുക. മക്കൾ എങ്ങനെയാവണം എന്നുള്ളത് അച്ഛനമ്മമാർക്കൊരു ദർശനമുണ്ടായിരിക്കണം. എങ്ങനെയായാൽ ശാശ്വതമായ ശാന്തിയും സമാധാനവും സുഖവും യശസ്സും ആ കുലത്തിനുണ്ടാകും, അങ്ങനെ ചിന്തിക്കണം. അപ്പോൾ ഈ ലോകം ധർമ്മമുള്ള ആളുകളെ കൊണ്ട് നിറയും, നല്ല സന്തതികളെ കൊണ്ട്, ഉത്തരവാദിത്വമുള്ള പൗരന്മാരെ കൊണ്ട് ഈ രാജ്യം സമ്പന്നമാകും. ഇവിടെ അഴിമതികളില്ലാതെയാകും, ഇവിടെ എല്ലാം നന്മകൾ മാത്രമാകും. അപ്പോൾ അതിൽ പ്രേരിപ്പിക്കേണ്ടത് ആരാണ്? അച്ഛനമ്മമാർ തന്നെയാണ്. ഏതെങ്കിലും മക്കൾ പഴച്ചിട്ടുണ്ടെങ്കിൽ വളർത്തു ദോഷം എന്ന് തന്നെയാണ് എല്ലാവരും പറയുക. 10 ഗുണം 10 ഗുണം അല്ലേ. ആരുടെ മകനാ ഇങ്ങനെയല്ലേ ആവുള്ളൂ അല്ലേ. നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ മക്കള് ജയിലിലൊക്കെ കിടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഒരു വലിയ വലിയ കേസുകളിൽ, പീഡന കേസുകളിലും അതുപോലെ മയക്കുമരുന്ന് കേസുകളിലും മറ്റ് പലതരത്തിലുള്ള കൊള്ളകളും ചെയ്ത് ജയിലുകളിൽ കിടന്നിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അവരുടെയൊക്കെ അച്ഛനും അമ്മയും എങ്ങനെയുള്ളവരാണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള അച്ഛനമ്മമാർ വേണോ, അങ്ങനെയുള്ള സന്തതികൾ വേണോ? അപ്പോൾ ലോകം മോശമായിട്ടുണ്ടോ? നമ്മളൊക്കെ ഇപ്പോൾ ചുറ്റുപാടും നോക്കിയിട്ട് ലോകം ആകെ മോശമായിരിക്കണു, എല്ലാ മൂല്യങ്ങളും ക്ഷയിച്ചിരിക്കണു എന്ന് പറഞ്ഞ് പരസ്പരം നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. വാസ്തവത്തിൽ അത് എവിടെ നിന്നാണ് പ്രശ്നം ഉണ്ടായിരിക്കണമെന്ന് വെച്ചാൽ വളർത്തു ദോഷം. അച്ഛനമ്മമാർ മക്കളെ ധർമ്മം പഠിപ്പിക്കാതെ, ഉത്തരവാദിത്വം പഠിപ്പിക്കാതെ മത്സരിക്കാനാണ് പഠിപ്പിക്കുന്നത്, സ്മാർട്ടാവാനാണ് പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരെ ഏതൊക്കെ വഴിയിൽ തോൽപ്പിക്കാം, ഏതൊക്കെ ഷോർട്ട് കട്ടിലൂടെ കാര്യങ്ങൾ സാധിക്കാം, അങ്ങനെ ഷോർട്ട് കട്ടുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അച്ഛനമ്മമാർ അതാണ് കാണിക്കുന്നത്. എവിടെ പോയാലും ഷോർട്ട് കട്ടിലൂടെ കാര്യം സാധിക്കാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുക, രാഷ്ട്രീയക്കാരുടെ കാല് പിടിക്കുക, അങ്ങനെ പലതും ഷോർട്ട് കട്ടുകളിലൂടെ അച്ഛനമ്മമാർ ഓരോ കാര്യം സാധിക്കുന്നത് കാണുമ്പോൾ കുട്ടികൾക്കും അത് തന്നെ, അതിലും വലിയ ഷോർട്ട് കട്ട് ഉണ്ടോ നോക്കും അവർ. സ്വന്തം അച്ഛനമ്മമാരെക്കാൾ സ്മാർട്ടാവാൻ എന്താ വഴി എന്ന് നോക്കും. അപ്പോൾ നമ്മുടെ സമൂഹം അതിന് ഒരുപാട് ച്യുതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മൂല്യച്യുതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളർത്തു ദോഷം ഒന്നു മാത്രമാണ്. അച്ഛനമ്മമാരുടെ ധാർമ്മിക മൂല്യങ്ങൾ ഇല്ലാതായതാണ്.
അവർക്ക് എങ്ങനെ മക്കളെ വളർത്തണമെന്ന് അറിയുന്നില്ല, മക്കളോട് എന്താണ് ഉപദേശിക്കേണ്ടതെന്ന് അറിയുന്നില്ല, മക്കൾക്ക് എങ്ങനെ മാതൃക കാണിക്കണമെന്ന് അറിയുന്നില്ല. അപ്പം അതൊക്കെ ഇവിടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. പരം ശുശ്രൂഷണം മഹ്യം സ്യാത് പ്രജാരക്ഷയാ നൃപ ഭഗവാൻ തേ പ്രജാഭർത്തു ഋഷികേശോ അനുതുഷ്യതി. നീ പ്രജാഭർത്താവായി പ്രജകളുടെ ഉത്തരവാദിത്വം വഹിക്കുമ്പോൾ ആ വിഷ്ണു ഭഗവാൻ ഋഷികേശൻ നിന്നിൽ പ്രസാദിക്കും. കാരണം ഈ ലോകം പരിപാലിക്കുന്നത് ഭഗവാന്റെ ഡ്യൂട്ടിയാണ്. ആ ഭഗവാനെ നീ സഹായിക്കുകയാണ് രാജാവ് എന്നുള്ളതായിട്ടുള്ള നിലയ്ക്ക്. ആ ഭഗവാന്റെ കൈകളാണ് നീ. ഭഗവാന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തുന്ന ആളുകളാണ് രാജാക്കന്മാർ, ഭരണാധികാരികൾ. അതുകൊണ്ട് രാജാക്കന്മാരിൽ വിഷ്ണുവിൻ്റെ അംശം ഉണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. വിഷ്ണുവിൻ്റെ അംശഭൂതന്മാരാണ് രാജാക്കന്മാർ. അപ്പോൾ രാജാക്കന്മാരെ നമ്മൾ ബഹുമാനിക്കണം, കാരണം അവർ വിഷ്ണുവിൻ്റെ അംശങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷ്ണു പ്രസാദിക്കുന്നു രാജാക്കന്മാർ അവരവരുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുമ്പോൾ. നമ്മുടെ കേരളത്തിലെ ഭരണാധികാരികൾ അവരുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാത്തത് തന്നെയാണ് വിശ്വരൂപനായ വിഷ്ണു ദേഷ്യപ്പെട്ടിട്ട് പ്രളയങ്ങളും മാറാരോഗങ്ങളും മറ്റ് പല പ്രശ്നങ്ങളും കൊലപാതകങ്ങളും പീഡനങ്ങളും ഒക്കെ ഇവിടെ വർദ്ധിച്ചു വരുന്നത്. ഈ കേരളം എന്താ പറയുക, ഒന്നിനും ഒരു വ്യവസ്ഥയില്ലാത്ത അരാജകത്വം കാണുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ. ഒന്നരാടം കൊലപാതകങ്ങൾ, ദിവസം എന്ന് പറഞ്ഞ മാതിരി 4 വീതം പീഡനങ്ങൾ, അഴിമതികളുടെ കഥകൾ, എല്ലാ കൊള്ളരുതായ്മകളും കൊടികെട്ടിപ്പറക്കുന്ന അരാജകത്വത്തിൻ്റെ അവ്യവസ്ഥയുടെ ഒരു ഇതാണ് നമ്മൾ ഈ കേരളത്തിൽ കാണുന്നതായിട്ടുള്ള ഒരു ചിത്രം. അതിന് കാരണം ഭരണാധികാരിയുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഭരണാധികാരിക്ക് ഉത്തരവാദിത്വം ഉണ്ടാവണം. ഞാൻ വിഷ്ണുവിൻ്റെ പ്രതിനിധിയാണ്, ഈ വിശ്വത്തെ മുഴുവൻ രക്ഷിക്കുന്ന ശക്തിയാണ് വിഷ്ണു, ഈ വിശ്വത്തെ മുഴുവൻ പരിപാലിക്കുന്ന ശക്തിയാണ് വിഷ്ണു. ആ വലിയ ശക്തിയുടെ ഒരു പ്രാദേശിക അംശമാണ് ഞാൻ. എങ്ങനെയാണോ വിശ്വം മുഴുവൻ പരിപാലിക്കുന്ന വിഷ്ണു നമ്മുടെ ഓരോരോ ദേശങ്ങളിൽ, ഓരോ ക്ഷേത്രങ്ങളിൽ ഈശ്വരഭാവത്തിൽ കുടികൊള്ളുന്നത് അല്ലേ? നമ്മൾ ഓരോ ദേശത്തെ, ഓരോ ക്ഷേത്രത്തിലെ ഈശ്വരനെ നമ്മൾ അതാത് ലോക്കൽ അപ്പൻ എന്ന് വിളിക്കുന്നു. ഏറ്റുമാനൂർ അപ്പൻ, വൈക്കത്തപ്പൻ, എറണാകുളത്തപ്പൻ, തൃക്കാക്കര അപ്പൻ, പൂർണ്ണത്ര ഈശൻ, ഗുരുവായൂരപ്പൻ, അല്ലെങ്കിൽ ചോറ്റാനിക്കര അമ്മ. ഇങ്ങനെ വാസ്തവത്തിൽ ആരാണ്? പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയാമകൻ തന്നെയാണ്. പക്ഷേ ലോക്കലി ഓരോ ദേശങ്ങളെ ഭരിക്കുന്ന, ഓരോ ദേശങ്ങളെ രക്ഷിക്കുന്ന ആ ഈശ്വരൻ്റെ വിഭൂതിയായിട്ട് അതാത് ദേശങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ ആ ഈശ്വരൻ അറിയപ്പെടുന്നു. പ്രാദേശിക ക്ഷേത്രങ്ങളിൽ പ്രാദേശിക നാമങ്ങളിൽ അറിയപ്പെടുന്നു. അപ്പോൾ അതുപോലെ തന്നെ സർവവ്യാപിയായ ഈ പ്രപഞ്ച നിയാമക ശക്തി ഓരോരോ ദേശങ്ങളിൽ അതാത് ഭരണാധികാരിയുടെ പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാവണം. സ്വയം താൻ ഭഗവാന്റെ വിഭൂതിയാണ്, താൻ ഭഗവാന്റെ പ്രതിനിധിയാണ്, ഭഗവാന്റെ കരങ്ങളായി പ്രവർത്തിക്കേണ്ടവനാണ് ഞാൻ. അതുകൊണ്ട് ഭഗവാന്റെ വിഷൻ എന്താണെന്ന് അവൻ ഉണ്ടായിരിക്കണം. ഭഗവാൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ രക്ഷിക്കാൻ സങ്കല്പിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ രക്ഷിക്കുന്നത്, അതിൻ്റെ നിയമങ്ങൾ എന്തെല്ലാമാണ്, അതിൻ്റെ അറിവുണ്ടാവണം ആ പ്രാദേശിക ഭരണാധികാരികൾക്കും. എന്നിട്ട് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദേശത്തെ അവർ നല്ല രീതിയിൽ നോക്കി നടത്തണം. അത് അന്യദേശങ്ങൾക്ക് ഉപദ്രവമില്ലാത്ത പോലെ നമ്മുടെ ദേശം നോക്കി നടത്തുന്നതോടൊപ്പം അടുത്ത ദേശങ്ങൾക്ക് നമ്മളാൽ എന്താണോ സഹായം ചെയ്യേണ്ടത് അത് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഭാരതത്തിൻ്റെ ഭരണാധികാരി അതാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. എല്ലാവർക്കും അഭയം കൊടുക്കുന്ന അല്ലേ? ഈ കൊറോണ കാലത്ത് ഏതൊക്കെ രാഷ്ട്രങ്ങൾക്ക് വാക്സിൻ കൊടുത്തു. ഇപ്പോൾ
ആഫ്രിക്ക ഒറ്റപ്പെട്ടതായിട്ടുള്ള സമയത്ത് ചേർത്ത് പിടിക്കാൻ എല്ലാവരും അകറ്റി നിർത്തിയപ്പോൾ ഭാരതത്തിൻ്റെ ഭരണാധികാരിയാണ് അവർക്ക് ധൈര്യം കൊടുത്തത്, കൈത്താങ്ങായി തീർന്നത്. നമുക്കൊക്കെ എന്തെന്നില്ലാത്ത സന്തോഷവും അഭിമാനവും അങ്ങനെ ഒരു ഭരണാധികാരിയെ കിട്ടിയതിലുണ്ട്. തീർച്ചയായിട്ടും ഈശ്വരൻ്റെ ഒരു അവതാരം തന്നെയാണ്, ഒരു പ്രതിപുരുഷൻ തന്നെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. യാതൊരു സംശയവും വേണ്ട. ഒരു ഋഷി തുല്യനായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ലോകം മുഴുവൻ അറിയപ്പെടുന്നത്, രാജർഷി. എന്നാൽ നമ്മുടെ കേരളം മാത്രം അതിന് വിപരീതമായിട്ട് എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാണ് ഈ കേരളം നന്നാവുക? എന്നാണ് കേരളത്തിലെ ഭരണാധികാരികൾ നന്നാവുക? എന്നാണ് കേരളത്തിലെ ജനങ്ങൾ നല്ല രീതിയിൽ ഉത്തരവാദിത്വമുള്ളവരായി ചിന്തിക്കുക? അറിയില്ല. ഭഗവാൻ തന്നെ നോക്കട്ടെ. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്വം ചെയ്യുമ്പോഴേ നമുക്ക് നല്ല ഭരണാധികാരികൾ ഉണ്ടാവുള്ളൂ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർത്തവ്യം നിർവഹിക്കണം. ഭഗവാൻ തേ പ്രജാഭർത്തുഃ ഋഷീകേശോ ന തുഷ്യതി യേഷാം ന തുഷ്ടോ ഭഗവാൻ യജ്ഞലിംഗോ ജനാർദ്ദനഃ തേഷാം ശ്രമോ ഹി അപാർത്ഥായ യദാത്മാനാദൃത സ്വയം. യജ്ഞമൂർത്തിയായ ഭഗവാൻ ഏതൊരുവൻ്റെ നേരെ പ്രസാദിക്കുന്നില്ലയോ അവൻ്റെ പ്രയത്നങ്ങളെല്ലാം വൃഥാ പ്രയത്നങ്ങളാണ്. അപാർത്ഥായ, അവരുടെ ശ്രമങ്ങളെല്ലാം അപാർത്ഥായ, അർത്ഥമില്ലാത്തവയാകുന്നു. കാരണം എന്താണ്? അവൻ ആത്മാവിനെ ആദരിച്ചിട്ടില്ല. ഓരോരുത്തരും അവരവരുടെ ആത്മസ്വരൂപനായ ഈശ്വരനെ ആദരിക്കണം. അവനവനെ ശരിക്ക് ആദരിച്ചാൽ മതി. അതുതന്നെ ഈശ്വരനുള്ള ആദരവ്. ആത്മനോ മോക്ഷായ ജഗത് ഹിതായ എന്ന് ചിന്തിക്കണം. നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ മോക്ഷത്തിനും ജഗത് ഹിതത്തിനും ആയിട്ട് ചിന്തിക്കുമ്പോൾ ആത്മാ ആദരിക്കപ്പെടുന്നു. ആത്മാവിനെ ആദരിച്ചാൽ ഈശ്വരൻ ആദരിക്കപ്പെടുന്നു. ഈശ്വരനെ ആദരിച്ചാൽ ഈശ്വരൻ തിരിച്ചും നമ്മെ ആദരിക്കുന്നു, സന്തോഷിക്കുന്നു. അപ്പം ഇങ്ങനെ ബ്രഹ്മദേവൻ്റെ സന്തോഷം മനുവിനോട് അദ്ദേഹം പ്രകടിപ്പിച്ചു. അതൊക്കെ നമ്മളോടുള്ള സന്ദേശം കൂടിയാണ്. എൻ്റെ മൂത്ത മകനെ പോലെ ആവണം നിങ്ങളൊക്കെ എന്ന് മനുഷ്യ സമൂഹത്തോട് ബ്രഹ്മദേവൻ പറയുന്നത് പോലെയാണ്. മനുവിനെ കണ്ടുപഠിക്കൂ നിങ്ങളൊക്കെ. മനുഷ്യരായിട്ടുള്ളവരെല്ലാം മനുവിനെ കണ്ടുപഠിക്കൂ. മനുഹു സ്യാദ്, മനുഹു സ്യാദ്, മനുഹു സ്യാദ് എന്ന് പറഞ്ഞതാണ്. എന്താർത്ഥം? മനുഹു സ്യാദ്, മനുവായി ഭവിച്ചാലും, മനുവായി ഭവിച്ചാലും, മനുവായി ഭവിച്ചാലും എന്ന് മനുഷ്യരോട് ഓരോരുത്തരോടും നമ്മളോട് ഓരോരുത്തരോടും ബ്രഹ്മദേവൻ പറഞ്ഞിട്ടാണ് നമ്മൾ ആരായിത്തീർന്നത്? നമ്മൾ മനുഷ്യരായിത്തീർന്നത്. മനുസ്യാദ് എന്നുള്ളതിൻ്റെ രൂപാന്തരമാണ് മനുഷ്യ എന്ന്. അപ്പം നമ്മളൊക്കെ മനുഷ്യരാവേണ്ടത് എങ്ങനെയാണ്? മനുവിനെ അനുകരിച്ചുകൊണ്ട്. മനു എങ്ങനെയാണോ സ്വധർമ്മം പരിപാലിച്ചത്, സ്വന്തം അച്ഛൻ ആദേശിച്ച രീതിയിൽ തൻ്റെ കർത്തവ്യം നിർവഹിച്ചത്, അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോൾ നമ്മൾ മനുഷ്യരാവുകയാണ്. തുടർന്ന് കാണാം നമുക്ക്. അച്ഛൻ ഇങ്ങനെ അനുഗ്രഹിച്ചതായിട്ടുള്ള സമയത്ത് മനു തിരിച്ച് എന്ത് പറഞ്ഞു നോക്കാം. മനുരുവാച ആദേശേഹം ഭഗവതോ വർത്തയേമീവ സൂദന. വർത്തേയ അമീവ സൂദന രണ്ടു തരത്തിലും പറയുന്നുണ്ട്. വർത്തേയ സ്ഥാനം ത്വിഹാനുജാനീഹി പ്രജാനാം മമ ച പ്രഭോ. ഹേ പ്രഭോ, ബ്രഹ്മദേവനെ സംബോധന ചെയ്യുന്നതാണ്. അല്ലയോ സമർത്ഥനായിരിക്കുന്നവനെ, അമീവസൂദന. അമീവസൂദന എന്നുള്ളത് സംബോധനയാണ് ബ്രഹ്മദേവനെ. എന്താ അമീവം എന്ന് പറഞ്ഞാൽ പാപം എന്നർത്ഥമാണ്. സൂദനൻ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നവൻ എന്നർത്ഥം. അപ്പോൾ പാപനാശന,
എങ്ങനെയാണ് പാപങ്ങളെ നശിപ്പിക്കുന്നത്? സ്വധർമാനുഷ്ഠാനത്തിലൂടെയാണ് പാപങ്ങളെ നശിപ്പിക്കുന്നത്. നമ്മൾക്ക് ഓരോരുത്തർക്കും പാപത്തെ നശിപ്പിക്കാനുള്ള വഴി ഏതാണ്? സ്വധർമാനുഷ്ഠാനം. സ്വധർമാനുഷ്ഠാനം തന്നെയാണ് തപസ്. സ്വധർമാനുഷ്ഠാനമേവ തപഃ എന്ന് വേദങ്ങൾ പറയുന്നുണ്ട്. ആ തപസ് എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ്? പാപങ്ങളെ നശിപ്പിക്കാനാണ്, വാസനകളെ ക്ഷയിപ്പിക്കാനാണ്. അപ്പം അതിനുള്ള വഴിയാണ് അച്ഛൻ പറഞ്ഞു കൊടുത്തത് മകന്. ഹേ അമീബ സൂതന എന്ന അച്ഛനെ സംബോധന ചെയ്യുന്നു. ഭഗവതഃ ആദേശേ അഹം വർത്തയേ. ഭഗവാനായ അങ്ങയുടെ ആദേശത്തിൽ ഞാൻ വർത്തിച്ചുകൊള്ളാം. അഹം വർത്തയേ എന്ന് പറയുമ്പോൾ വർത്തേയ എന്ന് പറഞ്ഞാലും മറ്റൊരു രൂപാന്തരം തന്നെയാണ് വർത്തേയ. അഹം വർത്തേയ, ഞാൻ വർത്തിച്ചുകൊള്ളാം. അഹം വർത്തയേ, ഞാൻ വർത്തിക്കാം. രണ്ടും രണ്ട് തരത്തിലുള്ള ക്രിയാരൂപങ്ങളാണ്. അമീവ സൂതന അഹം തവ ആദേശേ ഭഗവതഃ ആദേശേ വർത്തയേ ഇഹ പ്രജാനാം മമ ച സ്ഥാനം അനുജാനീഹി. അങ്ങ് പറഞ്ഞത് ഞാൻ അനുസരിച്ചു കൊള്ളാം. പക്ഷേ ഇഹ ഇവിടെ ഇപ്പോ മമ ച പ്രജാനാം ച, എനിക്കും ഞാൻ സൃഷ്ടിക്കുന്ന പ്രജകൾക്കുമായിട്ട് സ്ഥാനം അനുജാനീഹി, സ്ഥാനം ഞങ്ങൾക്ക് സ്ഥിതി ചെയ്യുവാനുള്ളതായിട്ടുള്ള വാസസ്ഥാനം അനുജ്ഞ നൽകിയാലും. അനുജാനീഹി, എവിടെയാണ് ഞങ്ങൾ താമസിക്കേണ്ടത്, എവിടെ ഇരുന്നു കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ധർമ്മം അനുഷ്ഠിക്കേണ്ടത്, അതിനുള്ള സ്ഥാനം കൽപ്പിച്ചു തന്നാലും. സ്ഥാനം തു ഇഹ അനുജാനീഹി പ്രജാനാം മമ ച പ്രഭോ. യതോഗ സർവസത്വാനാം മഹീമഗ്നാമഹംബസി അസ്യാ ഉദ്ധരണേ യത്നോ ദേവദേവ്യാ വിധീയതാം. യതോഗ സർവസത്വാനാം മഹീമഗ്നാമഹംബസി അസ്യാ ഉദ്ധരണേ യത്നോ ദേവദേവ്യാ വിധീയതാം. സർവസത്വാനാം ഓകഹ യത് ഓകഹ, ഓകസ് എന്നുള്ള സകാരം ലോപിച്ച് അല്ലെങ്കിൽ സകാരം വിസർഗമാവുകയാണ്. വിസർഗം സകാരമാവുകയാണ് ഓഗസ്. ഓഗസ് എന്ന് പറഞ്ഞാൽ വാസസ്ഥാനം. അപ്പോൾ ഓഗഹ. സർവസത്വാനാം ഓഗഹ യത്, സർവ ജീവജാലങ്ങൾക്കും വാസസ്ഥാനമായിരിക്കുന്ന ഏതൊന്നോ അതെന്താണ്? മഹീ, ഭൂമിയാണ്. ആ ഭൂമി മഹാംബസി മഗ്ന, മഹാംബസി വലിയ വെള്ളത്തില് പ്രളയജലത്തില് മഗ്ന മുഴുകിയിരിക്കുന്നു. അപ്പൊ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ജലത്തിൽ മൂടിയിരിക്കുന്നു, മുങ്ങിയിരിക്കുന്നു ഭൂമി. അസ്യാഹ ദേവ്യാഹ ഉദ്ധരണേ ഹേ ദേവ യത്നഃ വിധീയതാം. അസ്യാഹ ദേവ്യാഹ ഉദ്ധരണേ, ആ ദേവിയുടെ, ദേവിയുടെ? ഭൂമിദേവിയുടെ ഉദ്ധരണേ, മുകളിലേക്ക് പൊക്കിക്കൊണ്ടുവരുവാൻ, ഉന്നമനത്തിനായിക്കൊണ്ട് ഹേ ദേവ, അല്ലയോ ശക്തനായിരിക്കുന്ന ദേവനായിരിക്കുന്ന ബ്രഹ്മദേവ, യത്നഃ വിധീയത, അങ്ങ് പ്രയത്നം ചെയ്യേണ്ടതാണ്. അങ്ങ് തന്നെ ചെയ്യേണ്ടതാണ്. എന്ത്? ഈ ഭൂമിയുടെ ഉദ്ധരണത്തിനുള്ള പ്രയത്നം. ഈ ഭൂമി ഇപ്പോൾ വെള്ളത്തിൽ ആണ്ടുപോയിരിക്കുന്നു. എല്ലാവർക്കും വസിക്കാനുള്ള സ്ഥാനമാണ് ഈ ഭൂമി. യതോഗ സർവസത്വാനാം മഹീമഗ്നാ മഹാംബസി അസ്യാഹ ഉദ്ധരണേ യത്നോ ദേവ്യാഹ വിധീയതാം. അപ്പം ഇങ്ങനെ മനു അച്ഛനോട് പറഞ്ഞു. ഇത് കേട്ട ബ്രഹ്മദേവൻ എന്ത് ചെയ്തു എന്ന് മൈത്രേയ മഹർഷി തുടരുന്നു. മൈത്രേയ ഉവാച പരമേഷ്ഠീത്വപാം മധ്യേ തദാ സന്നാം അവേക്ഷ്യഗാം കഥം ഏനാം സമുന്നേഷ്യേ ഇതി ദദ്യൗ ധിയാ ചിരം. പരമേഷ്ഠീതു അപാം മധ്യേ തദാ സന്നാം അവേക്ഷ്യഗാം. പരമേഷ്ടി ബ്രഹ്മദേവന്റെ പര്യായ ശബ്ദമാണ്. വലിയ കർമ്മങ്ങളെ ചെയ്യുന്നവൻ, പരമമായ ഇഷ്ടിയെ ചെയ്യുന്നവൻ, അല്ലെങ്കിൽ മുമ്പ് വലിയ വലിയ ഇഷ്ടികളെ ചെയ്തിട്ടാണ് അദ്ദേഹം ഈ പദവിയിലേക്ക് വന്നിട്ടുള്ളത്. ഇഷ്ടി എന്ന് പറഞ്ഞാൽ യജ്ഞം, യാഗം എന്നൊക്കെ അർത്ഥമാണ്. ആ ഇഷ്ടി ചെയ്യുന്നത് കൊണ്ടാണ് ഇഷ്ടിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന വേദികൾ ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കി. ഇഷ്ടിയോട് ബന്ധപ്പെട്ടിട്ടാണ് ഇഷ്ടിക ഉണ്ടായത്. അപ്പോൾ
ഇവിടെ വലിയ കർമ്മങ്ങൾ ചെയ്യുന്ന ആള്, യജ്ഞകർമ്മങ്ങൾ ചെയ്യുന്ന ആള്, ശ്രേഷ്ഠങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നവൻ എന്നൊക്കെ അർത്ഥമാണ് പരമേഷ്ടി. ആ പരമേഷ്ടി ആവട്ടെ, ബ്രഹ്മാവാകട്ടെ, തു അപാം മധ്യേ തഥാ സന്നാം ഗാം അപേക്ഷ്യ. അപാം മധ്യേ, അപാം മധ്യേ ജലമധ്യേ, ജലമാണ്, അപാം ജലത്തിൻ്റെ മധ്യത്തിൽ മഗ്നയായിരിക്കുന്ന, അല്ലെങ്കിൽ സന്നാം ഗാം, സന്നാം എന്ന് പറഞ്ഞാൽ തളർന്നവൾ, സീതതി എന്നുള്ള ക്രിയാരൂപം അതിൻ്റെ രൂപാന്തരം പ്രാപിച്ച് സന്നം, തളർന്നത്, മുങ്ങിയത്, താഴ്ന്നത്, അവശമായത് എന്നൊക്കെ രൂപത്തിൽ സന്നം എന്നാവുകയാണ്. അപ്പോൾ സന്നാം എന്ന് സ്ത്രീലിംഗം. സന്നയായ ഗാം, മുഴുകിയതായ, വെള്ളത്തിൽ മുഴുകിയതായിട്ടുള്ള ഗാം അപേക്ഷ്യ, ഭൂമിയെ കണ്ടിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്. എന്താണ്? കഥം ഏനാം സമുന്യേഷ്യേ, കഥം എപ്രകാരം, ഏനാം ഇവളെ, സമുന്യേഷ്യേ ഞാൻ ഉന്നയിക്കും, മുകളിലേക്ക് ഉദ്ധരിക്കും. എങ്ങനെയായാൽ എനിക്ക് ഇവളെ ഉദ്ധരിക്കാൻ കഴിയും, ഈ ഭൂമിയെ ഉയർത്താൻ കഴിയും. ഇതി ദദ്യൗ ധിയാ ചിരം, ഇതി ഇപ്രകാരം ആ ബ്രഹ്മദേവൻ തൻ്റെ ധിയാ ചിരം ദദ്യൗ, ബുദ്ധി കൊണ്ട് കുറേ നേരം ആലോചിച്ചു. ഹൗ ക്യാൻ ഐ ലിഫ്റ്റ് ഹെർ, അല്ലേ? ഈ മുങ്ങിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് എങ്ങനെ എനിക്ക് ഇവിടെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്ന് ധിയാ ചിരം ദദ്യൗ, ബുദ്ധി കൊണ്ട് കുറേ ധ്യാനിച്ചു. എത്ര ധ്യാനിച്ചിട്ടും അതിനൊരു വഴിയും കണ്ടുകിട്ടുന്നില്ല. ബ്രഹ്മദേവൻ ഈ ഭൂമിയെ എങ്ങനെയാണ് ഉയർത്തേണ്ടത് എന്നുള്ളതായിട്ടുള്ള ഒരു പിടിയും കിട്ടിയില്ല. ധ്യാനിച്ചു കൊണ്ടിരുന്നു. ധ്യാനിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ കൊണ്ടാവില്ല എന്നുള്ള ബോധം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ആര് വേണം തനിക്ക് സഹായിക്കാൻ? നമ്മൾക്കൊക്കെ ഏത് കാര്യവും നമ്മളെ കൊണ്ടാവില്ല എന്ന് ഉത്തമ ബോധ്യം വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഈശ്വരനെ സ്മരിക്കുക, അല്ലേ? നമുക്ക് അഹങ്കാരമുള്ളത് വരെ, അഭിമാനമുള്ളത് വരെ, എന്നെ കൊണ്ടാവും എന്ന് വിചാരിക്കുന്നത് വരെ നമ്മൾ ഈശ്വരനെ സ്മരിക്കില്ല. ഇതൊക്കെ ഞാൻ കൂട്ടിയാൽ കൂടും, ഇതൊക്കെ ഇത്രേ ഉള്ളൂ, നിസ്സാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടും. അങ്ങനെ പുറപ്പെട്ട് നമ്മളെ കൊണ്ടാവില്ല എന്നുള്ള ഒരു ഘട്ടം ഏതെങ്കിലും കാര്യത്തിൽ വരുമ്പോഴാണ് ബുദ്ധിമുട്ട്, അല്ലേ? നമ്മുടെ ബുദ്ധി മുട്ടിപ്പോയി, ഇനി അപ്പുറത്തേക്ക് ചിന്തിക്കാൻ ഒരു ഐഡിയയും വരുന്നില്ല. അപ്പോഴാണ് നമ്മൾ ഈശ്വരനെ ചിന്തിക്കുക, ഹെൽപ്ലെസ് ആവുമ്പോൾ. അങ്ങനെ ബ്രഹ്മദേവൻ ഹെൽപ്ലെസ് ആയിട്ട് ഭഗവാനെ ധ്യാനിച്ചു. ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ഉത്തരവാദിത്വം എനിക്ക് നിറവേറ്റാൻ കഴിയുന്നില്ലല്ലോ എന്നിങ്ങനെ ഭഗവാനെ ധ്യാനിച്ചു. അദ്ദേഹത്തിൻ്റെ ചിന്തയെക്കുറിച്ച് പറയണതാ. സൃജതോ മേക്ഷിതിർവാർഭിഃ പ്ലാവ്യമാനാ രസാംഗദാ അധാത്ര കിമനുഷ്ഠേയം അസ്മാഭിഃ സ്വർഗയോജിതൈഃ. സൃജതോ മേക്ഷിതിർവാർഭിഃ പ്ലാവ്യമാനാ രസാംഗദാ അധാത്ര കിമനുഷ്ഠേയം അസ്മാഭിഃ സ്വർഗയോജിതൈഃ. സൃജതഃ മേ, സൃഷ്ടിക്കുന്നവനായ എൻ്റെ, ക്ഷിതിഃ വാർഭിഃ പ്ലാവ്യമാന രസാം ഗദാ. ക്ഷിതിഃ ഭൂമി, വാർഭിഃ, വാർഭിഃ എന്ന് പറഞ്ഞാൽ ജലങ്ങളാൽ, വെള്ളങ്ങളാൽ എന്നർത്ഥമാണ്. വാരി എന്നൊക്കെ ഉള്ളത് ജലത്തിൻ്റെ ശബ്ദമാണ്, പര്യായമാണ്. വാർഭിഃ എന്ന് പറഞ്ഞാൽ വെള്ളങ്ങളാൽ എന്നർത്ഥം. അപ്പം ജലത്താൽ പ്ലാവ്യമാന, മുഴുകപ്പെട്ടതായിട്ട്, വ്യാപിക്കപ്പെട്ടതായിട്ട്, രസാംഗത, രസാതലത്തിലേക്ക് പോയിരിക്കുന്നു. രസാതലം എന്നുള്ളത് അസുരന്മാരുടെ ലോകത്തിൻ്റെ പേരാണ് രസാതലം. അതലം, വിതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം മുതലായിട്ടുള്ള ലോകങ്ങളുണ്ടല്ലോ. അപ്പം അതിൽ പാതാളത്തിൻ്റെ തൊട്ടു മുകളിലുള്ള ലോകമാണ് രസാതലം. രസാതലം അസുരന്മാരുടെ ലോകമാണ്. അപ്പോൾ രസാതലത്തിലേക്ക് പോയിരിക്കുന്നു, അസുരന്മാരുടെ ലോകത്തിലേക്ക് പോയിരിക്കുന്നു. അവരാണ് അടിച്ചോണ്ട് പോയിരിക്കുന്നത്, അവരുടെ ലോകത്തിൽ എത്തി നിൽക്കുന്നു. അതാണ് രസാംഗത. അഥ അത്ര കിമനുഷ്ഠേയമസ്മാഭിഃ സ്വർഗയോജിതൈഃ. അഥ അനന്തരം അത്ര, ഈ വിഷയത്തിൽ, ഈ ഭൂമിയെ ഉദ്ധരിക്കുന്ന വിഷയത്തിൽ, സർഗയോജിതൈഃ അസ്മാഭിഃ കിം അനുഷ്ഠേയം. സർഗയോജിതൈഃ എന്ന് പറഞ്ഞാൽ സർഗത്തിൽ യോജിപ്പിക്കപ്പെട്ടവർ, എൻഗേജ്ഡ് ഇൻ ക്രിയേഷൻ, സർഗപ്രവൃത്തിയിൽ യോജിപ്പിക്കപ്പെട്ടവർ, നിയോഗിക്കപ്പെട്ടവർ. ഇപ്പോൾ ഭഗവാനാൽ സൃഷ്ടിപ്രക്രിയയിൽ നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ. അങ്ങനെയുള്ള എന്നാൽ, അസ്മാഭിഹി
എന്ന് പറഞ്ഞാൽ എന്നാൽ നിന്ന് ബഹുവചനത്തിൽ ചിന്തിച്ച് ഞാനും എൻ്റെ കൂടെയുള്ള ഈ പ്രജാപതികളായിരിക്കുന്ന മക്കളും ഒക്കെ കൂടിയിട്ട് കിം അനുഷ്ഠേയം, എന്താണ് ഇവിടെ അനുഷ്ഠിക്കേണ്ടത്, എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചിന്തിച്ചു, ധ്യാനിച്ചു. അപ്പോൾ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ ഭൂമി വെള്ളത്താൽ വ്യാപിക്കപ്പെട്ട് രസാതലത്തിലേക്ക് മുങ്ങിപ്പോയിരിക്കുന്നു. സൃഷ്ടിയിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള അതിൽ ഉത്തരവാദിത്വമുള്ളവരായ ഞങ്ങൾ ഇപ്പം എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ അദ്ദേഹം ചിന്തിച്ചു. യസ്യാഹം ഹൃദയാദാസം സ ഈശോ വിദദാതു മേ. ഇതിൻ്റെ കൂടെ ഒരു വരിയും കൂടി വേണമെങ്കിൽ ചേർത്ത് വായിക്കാവുന്നതാണ്. ഈ നമ്മുടെ ഇപ്പോഴുള്ള മൂലപുസ്തകത്തിൽ, അതായത് ഗുരുവായൂർ ദേവസ്വം ഇറക്കിയുള്ള പുസ്തകത്തിൽ അതില്ല, വ്യാഖ്യാന പുസ്തകങ്ങളിൽ ചിലതിൽ കാണാം. ഒരു വരിയും കൂടി ഉണ്ട്. കർത്തവ്യം കരുണാസിന്ധു തീർത്ഥകീർത്തിരധോക്ഷജ. അങ്ങനെ ഒരു വരിയും കൂടി ചേർത്ത് വായിക്കാവുന്നതാണ്. അതില്ലെങ്കിലും അർത്ഥം ഒപ്പിക്കാം. അപ്പം യസ്യാഹം ഹൃദയാദാസം സ ഈശോ വിദദാതു മേ എന്ന് പറയുമ്പോൾ യസ്യ ഹൃദയാത് അഹം ആസം, ഏതൊരു ഭഗവാന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഉണ്ടായിയോ, അഹം ആസം ഞാൻ ഭവിച്ചുവോ, സഹ ഈശ ആ ഈശൻ, ഏതൊരു ഈശ്വരൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഭവിച്ചുവോ ആ ഈശൻ മേ വിദദാതു എനിക്ക് ചെയ്തു തരട്ടെ. എന്ത് ചെയ്തു തരട്ടെ? അത് മുൻ വരിയിൽ പറഞ്ഞ കിം അനുഷ്ഠേയം അസ്മാഭിഹി, ഞങ്ങൾ എന്താണ് അനുഷ്ഠിക്കേണ്ടത്, ആ വഴി, ആ കാര്യം ഏതൊരു ഭഗവാന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഉണ്ടായിയോ ആ ഭഗവാൻ കാണിച്ചു തരട്ടെ എന്ന്. അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടൊരു വരി, കർത്തവ്യം കരുണാസിന്ധു തീർത്ഥകീർത്തി അധോക്ഷജ. അപ്പോൾ ഇവിടെ 3 നാമങ്ങൾ ഭഗവാന്റെ നാമങ്ങളാണ്. കരുണാസിന്ധു തീർത്ഥകീർത്തി അധോക്ഷജ. അപ്പം അത് ആവശ്യം ഇല്ല, 3 നാമങ്ങളെ അവിടെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കർത്തവ്യം എന്ന് മാത്രമേ ഒരു പദം അവിടെ ചേർത്തിട്ടുള്ളൂ. അതവിടെ കർത്തവ്യത്തെ അവിടെ അത് അത്ര കിം അനുഷ്ഠേയം എന്നുള്ളിടത്ത്, അനുഷ്ഠേയമായിട്ടുള്ളത് എന്താണ് എന്നുള്ളിടത്ത് അതിൻ്റെ അർത്ഥം വരുന്നത് കൊണ്ട് ആ ഒരു വരി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നർത്ഥം. ഉണ്ടെങ്കിലോ ഒന്നുകൂടെ ഒന്ന് വ്യക്തമായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇവിടെ, ഏത് കർത്തവ്യം അനുഷ്ഠേയം എന്ന് കർത്തവ്യത്തെ അവിടേക്ക് ചേർക്കാം. ഞാൻ എന്ത് കർത്തവ്യമാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് കരുണാസിന്ധുവും തീർത്ഥകീർത്തിയും അധോക്ഷജനുമായിട്ടുള്ള ഈശൻ, ഏതൊരു ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നാണോ ഞാൻ ഉണ്ടായത് ആ ഭഗവാൻ എനിക്ക് ചെയ്തു തരട്ടെ, അല്ലെങ്കിൽ കാണിച്ചു തരട്ടെ എന്ന്. ഭഗവാന്റെ ഒരു 3 പേര്, കരുണാസിന്ധു തീർത്ഥകീർത്തി അധോക്ഷജ. കരുണാസിന്ധുവാണ് ഭഗവാൻ. തീർത്ഥകീർത്തി, ആരുടെ കീർത്തിയാണോ നമ്മളെ തീർത്ഥീകരിക്കുന്നത്, ആരുടെ കീർത്തി നമ്മൾ കീർത്തിക്കുന്തോറും അതുപോലെ കേൾക്കുന്തോറും നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നുവോ, ഭഗവാന്റെ ഓരോ നാമങ്ങളും ചൊല്ലുന്തോറും നമ്മുടെ മനസ്സ് തീർത്ഥമാകുന്നു, ശുദ്ധീകരിക്കുന്നു. അപ്പോൾ തീർത്ഥകീർത്തി അധോക്ഷജ. അധോക്ഷജൻ ഇന്ദ്രിയങ്ങൾക്കൊന്നും അറിയാൻ പറ്റാത്തവൻ, ഇന്ദ്രിയജന്യമായ ജ്ഞാനം കൊണ്ട് അറിയാൻ പറ്റാത്തവനാണ് ഈശ്വരൻ. ഇന്ദ്രിയങ്ങളുടെ പുറകിൽ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നവനുമാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ എന്താണ് എനിക്കിവിടെ കർത്തവ്യം എന്നത് ഇപ്പോൾ പറഞ്ഞു തരട്ടെ, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ കാണിച്ചു തരട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. യസ്യാഹം ഹൃദയാദാസം സ ഈശോ വിദദാതു മേ ഇത്യഭിധ്യായതോ നാസാവിവരാത് സഹസാ അനഘ വരാഹതോകോ നിരഗാത് അങ്കുഷ്ടപരിമാണകഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇത്യഭിധ്യായതോ നാസാവിവരാത് സഹസാനഘ വരാഹതോകോ നിരഗാത് അങ്കുഷ്ഠപരിമാണകഃ. അപ്പോൾ ഇതി അഭിധ്യായതഃ,
ഇപ്രകാരം അഭിധ്യാനം ചെയ്യുന്നവൻ്റെ, ആരാണ് അഭിധ്യാനം ചെയ്തത്? ബ്രഹ്മദേവൻ നന്നായി ധ്യാനിച്ചു, ഭഗവാനെ ധ്യാനിച്ചു. തീർത്ഥകീർത്തിയായ ഭഗവാൻ, ഈശനായ ഭഗവാൻ ഏതൊരുവന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ആവിർഭവിച്ചുവോ ആ ഭഗവാൻ വഴികാട്ടട്ടെ എന്നിങ്ങനെ ഭഗവാനെ ധ്യാനിച്ചതായിട്ടുള്ള ഇത് അഭിധ്യായത ആ ബ്രഹ്മദേവന്റെ നാസാവിവരാത്, നാസാവിവരം, വിവരം എന്ന് പറഞ്ഞാൽ ദ്വാരം എന്നർത്ഥമാണ്. ആകാശം എന്ന് അർത്ഥമുണ്ട്. ഇവിടെ നാസാവിവരം, നാസാദ്വാരം. അപ്പൊ മൂക്കിന്റെ ദ്വാരത്തിൽ നിന്ന് നാസാവിവരാത് സഹസ, പെട്ടെന്ന്, ഹേ അനഘ, അല്ലയോ വിതുര, പാപരഹിതനായ വിതുര, വരാഹതോകോ നിരകാത്, നിരകാത്, നിരകാത് എന്ന് പറഞ്ഞാൽ നിർഗമിച്ചു. നിഹി പ്ലസ് അഗാത്, നിരകാത്, നിർഗമിച്ചു. എന്താ നിർഗമിച്ചത്? വരാഹതോക, തോകം എന്ന് പറഞ്ഞാൽ ശിശു എന്നർത്ഥമാണ്. അപ്പോൾ വരാഹതോക, വരാഹ ശിശു, ഒരു കൊച്ചു വരാഹം. എത്രയുള്ളത്? അങ്കുഷ്ടപരിമാണക, ഒരു വിരലിന്റെ വലുപ്പമേ ഉള്ളൂ, പെരുവിരലിന്റെ വലുപ്പം. അങ്കുഷ്ടം എന്ന് പറഞ്ഞാൽ കയ്യിന്റെ പെരുവിരലാണ്. അതിന്റെ പരിമാണക എന്ന് പറഞ്ഞാൽ അത്രമാത്രം അളവുള്ളതായിട്ട്. പരിമാണഹ എന്ന് പറഞ്ഞാൽ മതി. അതിന് കഹ എന്ന് ഒന്നുകൂടെ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. പരിമാണകഹ, പരിമാണത്തോട് കൂടിയത്. അതിൻ്റെ ആ ചെറുപ്പത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കഹ എന്ന് ഒന്നുകൂടെ സൂചിപ്പിച്ചത്. ഇപ്പൊ വരാഹതോകോ നിരകാത് അങ്കുഷ്ട പരിമാണക, ഒരു വിരലിന്റെ, പെരുവിരലിന്റെ മാത്രം വലിപ്പത്തിലുള്ളതായിട്ടുള്ള ഒരു വരാഹ ശിശു ബ്രഹ്മദേവന്റെ മൂക്കിൽ നിന്ന്, മൂക്കിന്റെ ദ്വാരത്തിൽ നിന്ന് പുറത്തേക്ക് നിർഗമിച്ചു. ആ നിർഗമിച്ചതായിട്ടുള്ള വരാഹതോകം എല്ലാവരും നോക്കി നിൽക്കെ എങ്ങനെ വളരുന്നു എന്ന് അടുത്ത വരികളിൽ പറയുന്നു. തസ്യാപി പശ്യത ഖസ്തഃ ക്ഷണേന കില ഭാരത ഗജമാത്രഃ പ്രവവൃധേ തദൽബുദം അഭൂത് മഹത്. തസ്യാപി പശ്യത ഖസ്തഃ ക്ഷണേന കില ഭാരത ഗജമാത്രഃ പ്രവവൃധേ തദൽബുദം അഭൂത് മഹത്. തസ്യ അഭിപശ്യതഃ, തസ്യ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മദേവൻ, അഭിപശ്യതഃ സതഃ, നോക്കി നിൽക്കെ, അദ്ദേഹം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ, കസ്തഃ, കസ്ഥം എന്ന് പറഞ്ഞാൽ ഖഹ എന്ന് പറഞ്ഞാൽ ആകാശം, ഖം എന്നാൽ ആകാശം, കസ്തം ആകാശേ സ്ഥിതം. അപ്പൊ ആകാശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആധാരമായിട്ട് ഭൂമിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ പന്നിക്കുട്ടി കസ്തഃ എന്ത് ചെയ്തു? ക്ഷണേന ഗജമാത്രഃ പ്രവവൃധേ, ക്ഷണേന, ക്ഷണനേരം കൊണ്ട്, ഗജമാത്രഃ, ഗജമാത്രഃ എന്ന് പറഞ്ഞാൽ ആനയുടെ അളവോട് കൂടിയിട്ട്, മാത്ര എന്ന് പറഞ്ഞാൽ അളവാണ്, മാത്ര, ഗജമാത്രഃ എന്ന് പറയുമ്പോൾ ആനയുടെ അത്ര വലിപ്പമുള്ളതായിട്ട്, ഒരു വലിയൊരു ആനയായി തീർന്നു, ആനയോളം വലിപ്പമുള്ളതായിട്ട്. പ്രവവൃതേ, പ്രകർഷേണ വവൃതേ, പെട്ടെന്ന് വർദ്ധിച്ചു വന്നു, വലുതായി വന്നു. ഹേ ഭാരത, തത് മഹത് അത്ഭുതം അഭൂത്, കാണുന്നവർക്കൊക്കെ അത് എന്തെന്നില്ലാത്ത അത്ഭുതമായി ഭവിച്ചു. ഏത്? ഈ ചെറിയ പന്നിക്കുട്ടി ഒരു പെരുവിരലിന്റെ വലുപ്പത്തിൽ പുറത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് അവരൊക്കെ നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ മിന്നൽ വേഗത്തില് ഒരു ആനയുടെ അളവില് വലുതായി. അത് കണ്ടവർക്കൊക്കെ ആശ്ചര്യമായി, അത്ഭുതമായി. മരീചി പ്രമുഖൈർവിപ്രൈഹി കുമാരൈർമനുനാ സഹ ദൃഷ്ട്വാ തത് സൗകരം രൂപം തർക്കയാമാസ ചിത്രധാം. മരീചി പ്രമുഖൈഹി വിപ്രൈഹി കുമാരൈഹി മനുനാ സഹ, എല്ലാവരാലും. ആരൊക്കെയുണ്ട്? മരീചി പ്രമുഖന്മാരായ വിപ്രന്മാര്, ബ്രഹ്മദേവന്റെ പ്രജാപതിമാരായ പുത്രന്മാരാണ് മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, വസിഷ്ഠൻ മുതലായിട്ടുള്ളവർ. അപ്പൊ അങ്ങനെയുള്ള ബ്രാഹ്മണരാലും വിപ്രരാലും, കുമാരൈഹി, സനകാദി കുമാരന്മാരുണ്ട് 4 പേര്, മനുനാ സഹ, മനുവോടുകൂടെ, സ്വയംഭുവ മനുവോടുകൂടെ, ദൃഷ്ട്വാ തത് സൗകരം രൂപം, തത് സൗകരം രൂപം, ആ സൗകരമായ രൂപം, സൂകരത്തിന്റെ രൂപം, സൗകരം രൂപം. സൂകരം പന്നിയാണ്, ആ പന്നിയുടെ രൂപം, സൗകരം രൂപം. അതിനെ കണ്ടിട്ട് ഇവരെല്ലാം കണ്ടിട്ട് ചിത്രതാ തർക്കയാമാസ. ചിത്രത എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയിൽ, ബഹുദ എന്നർത്ഥത്തില് ഓരോരുത്തരും വിചിത്രമായ രീതിയിൽ അത്ഭുതത്തോടുകൂടെ
ചിന്തിച്ചു. തർക്കയാമാസ ചിന്തയാമാസ തന്നെയാണ്. ചിന്തിച്ചു. അവർ ഓരോരുത്തരും ഓരോ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവും. എന്താണിത് അത്ഭുതം, ഇതാരാണിത്, ഇതെങ്ങനെ സംഭവിക്കുന്നു, ഒരു പെരുവിരൽ മാത്രമുള്ള വലുപ്പമുള്ളത് വന്നത് എങ്ങനെ എത്ര പെട്ടെന്ന് ആനയോളം വലുതായി, അത് നോക്കി നിൽക്കുമ്പോൾ പിന്നെയും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് നിശ്ചയിക്കാൻ പറ്റുന്നില്ല, എന്നതാണെന്ന് ആർക്കും നിശ്ചയിച്ച് പറയാൻ കഴിയാത്ത രീതിയിൽ അവരിങ്ങനെ പല രീതിയിൽ അവരുടെ ഉള്ളിൽ ചിന്തകൾ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കും, എന്തായിരിക്കും എന്നിങ്ങനെ ചിത്രതാ തർക്കയാമാസ, പല പ്രകാരത്തിൽ അവർ ചിന്തിച്ചു. കിമേതത് സൗകരം വ്യാജം സത്വം ദിവ്യമവസ്ഥിതം അഹോപദ ആശ്ചര്യമിതം നാസായാമേ വിനിസൃതം. അവർ ചിന്തിക്കുന്നതാണ് ഓരോരുത്തരും. കിമേതത് സൗകരം വ്യാജം, ബ്രഹ്മദേവനുണ്ട് ഇതിൽ, ബ്രഹ്മദേവൻ ചിന്തിക്കുന്നതാണിത്. കിമേതത് സൗകരം വ്യാജം സത്വം ദിവ്യം അവസ്ഥിതം. ഹേ, ഇതെന്താ ഇത്? കിം ഏതത്, ഈ സൗകര്യ വ്യാജമായിരിക്കുന്ന സത്വം, ഇതൊരു പന്നിയൊന്നുമല്ല, പന്നിയുടെ വ്യാജരൂപം, പന്നിയുടെ വേഷത്തിൽ വന്നിരിക്കുന്ന ഈ സത്വം, ഇതെന്താണിത്? ഈ ജന്തു എന്താണിത്? ദിവ്യം, ഇത് അലൗകികമായിട്ടുള്ള ഒരു സത്വമാണ്, സാധാരണ സത്വമല്ല, ഇത് ദിവ്യം. അപ്പൊ ഇത് എന്റെ കൺട്രോളിൽ പെട്ടതല്ല. ആര് വിചാരിക്കുന്നത്? സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ വിചാരിക്കുന്നത് ദിവ്യമാണ്, അലൗകികമായിട്ടുള്ളതാണ്. അവസ്ഥിതം, ഇപ്പതാ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അഹോബദ ആശ്ചര്യമിതം, അയ്യോ ആശ്ചര്യം, ബദ എന്താ പറയാ, ഇതം ആശ്ചര്യം, ഈ ആശ്ചര്യത്തെക്കുറിച്ച്. നാസായാ മേ വിനിസൃതം, മേ നാസായാഹ വിനിസൃതം, എൻ്റെ മൂക്കിൽ നിന്നാണല്ലോ ഇത് പുറത്തേക്ക് വന്നത്. ഞാൻ അറിയാതെ തന്നെ എൻ്റെ മൂക്കിൽ നിന്നത് പുറത്തേക്ക് വന്നു. എൻ്റെ നിയന്ത്രണത്തിലായിരുന്നില്ല, ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല, ഞാൻ മനഃപൂർവ്വം മൂക്കിൽ നിന്ന് തുമ്മിയതൊന്നുമല്ല, ഞാൻ അറിയാതെ എൻ്റെ നിയന്ത്രണത്തിലല്ലാതെ എൻ്റെ മൂക്കിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. അത്ഭുതമാണ്, എനിക്ക് പോലും അറിയുന്നില്ല അതെന്താ സംഭവമെന്ന്. നാസായാമേ വിനിസൃതം. അപ്പൊ ഇത് തൻ്റെ സൃഷ്ടിയേ അല്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. ഇത് ഭഗവാൻ സൃഷ്ടിച്ചതാണ്. ഭഗവാൻ തന്നെ സ്വയം തൻ്റെ രൂപം സൃഷ്ടിച്ചു വന്നതാണ്. അതിൽ ബ്രഹ്മദേവന് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ല, അഭിമാനവുമില്ല. അദ്ദേഹം സ്വയം ചിന്തിച്ചു അത്. കിമേതത് സൗകരവ്യാജം സത്വം ദിവ്യം അവസ്ഥിതം അഹോബദ ആശ്ചര്യമിതം നാസായാമേ വിനിസൃതം. അപ്പൊ ഭഗവാന്റെ വേഷമാണിത്. അതുകൊണ്ട് എന്താണെന്ന് പിടികിട്ടാത്തതുകൊണ്ട് വ്യാജം എന്ന് പറഞ്ഞു. ഇവിടുത്തെ വ്യാജം എന്ന് പറഞ്ഞാൽ വേഷം മാറി വന്നിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഭഗവാൻ വേഷം മാറി വന്നിരിക്കുക തന്നെയാണ്. ദൃഷ്ടോ അങ്കുഷ്ടശിരോ മാത്ര ക്ഷണാത് ഗണ്ഡശിലാസമഃ അഭിസ്വിത് ഭഗവാനേഷഃ യജ്ഞോ മേ ഖേദയൻ മനഃ. ബ്രഹ്മദേവന് വിവരമുള്ളതുകൊണ്ട് വേഗം തന്നെ അദ്ദേഹത്തിന് ക്ലിക്കാവുന്നുണ്ട്, ട്യൂബ് ലൈറ്റ് കത്തുന്നുണ്ട്. നമ്മളൊക്കെ ആണെങ്കിൽ ഇത്ര വേഗത്തിലൊന്നും കത്തില്ല ട്യൂബ് ലൈറ്റ്. അദ്ദേഹത്തിന്റെ ട്യൂബ് ലൈറ്റ് കത്തുന്നുണ്ട്. എന്താ പറയണത്? ദൃഷ്ടോ അങ്കുഷ്ടശിരോ മാത്ര ക്ഷണാത് ഗണ്ഡശിലാസമഃ അപിസ്വിത് ഭഗവാനേഷഃ യജ്ഞോ മേ ഖേദയൻ മനഃ. അങ്കുഷ്ടശിരോ മാത്ര ദൃഷ്ട, എൻ്റെ മൂക്കിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ പെരുവിരലിൻ്റെ ശിരോ മാത്രം എന്ന് പറഞ്ഞാൽ വിരലിൻ്റെ അഗ്രം, അതിനാണ് ശിരസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പകുതിയേ ഉള്ളൂ, ഒരു അറ്റം മാത്രമേ ഉള്ളൂ, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്കുഷ്ട ശിരോ മാത്ര ദൃഷ്ട, പെരുവിരലിൻ്റെ അറ്റം മാത്രമായിട്ട് അത്രയും വലുപ്പത്തിൽ കാണപ്പെട്ടതാണ്. പക്ഷേ ക്ഷണാത് ഗണ്ഡശിലാസമഃ, പെട്ടെന്ന് ഒരു പർവ്വതാകാരമായിരിക്കുന്നു. ഗണ്ഡശില എന്ന് പറഞ്ഞാൽ വലിയ കരിമ്പാറ എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ കരിമ്പാറ പോലെയോ ഒരു കൊടുമുടി പോലെയോ ഒരു പർവ്വതം പോലെയോ ഒക്കെ ആയിരിക്കുന്നത്. എന്താ അത്? യജ്ഞ ഭഗവാൻ ഏഷഃ, ഏഷഃ യജ്ഞ ഭഗവാൻ, ഇത് യജ്ഞമൂർത്തിയായ ഭഗവാൻ തന്നെ ആയിരിക്കും. യജ്ഞസ്വരൂപനായ ഭഗവാൻ വിഷ്ണു തന്നെയാണ്. ഈ ലോകത്തിൽ വിവിധ കർമ്മങ്ങളെ ചെയ്യുന്നവനാണ് യജ്ഞമൂർത്തിയായ ഭഗവാൻ. അപ്പൊ ആ ഭഗവാൻ തന്നെ ഇപ്പതാ ഈ രൂപമെടുത്ത് വന്നിരിക്കണു. മേ മനഃ ഖേദയൻ അഭിസ്വിത്, എൻ്റെ മനസ്സിനെ ക്ലേശിപ്പിക്കുന്നു, കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നു. ആരാന്ന് പിടിതരാതെ ഭഗവാൻ വേഷം മാറി വന്ന് എന്നെ പരീക്ഷിക്കുകയാണോ? എൻ്റെ മനസ്സിന് ക്ലേശം നൽകുന്നു.
ഇവിടുത്തെ മനസ്സിൻ്റെ ക്ലേശം എന്ന് പറഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാവാത്ത ക്ലേശം. ഭഗവാൻ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കണത്? രൂപം മാറി വന്ന ഒരു പന്നിക്കുട്ടിയുടെ രൂപത്തിൽ വന്നിട്ട് തൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ഇങ്ങനൊരു ലീല ചെയ്യുന്നത് എന്തിനാ? എന്നെ ക്ലേശിപ്പിക്കാനോ? എനിക്ക് വല്ലാത്ത ക്ലേശമുണ്ട്, ഇത് ഭഗവാൻ തന്നെ എന്ന് എനിക്ക് ഉറപ്പിക്കാനും ആവുന്നില്ല. അതാണ് ഇവിടുത്തെ ക്ലേശം. ഇത് ഭഗവാന്റെ ലീലയാണെന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്, പക്ഷെ ഉറപ്പിക്കാനും ആവുന്നില്ല. ഒരു കൺഫ്യൂഷൻ എൻ്റെ ഉള്ളിൽ. തീർച്ചയായിട്ടും ഭഗവാന്റെ ലീല തന്നെ ആയിരിക്കും. കാരണം ഒരു പെരുവിരലിന്റെ അറ്റം പോലെ വന്നിട്ട് ഇത്ര പെട്ടെന്നൊരു പർവ്വതാകാരമാകാൻ വേറെ ആർക്ക് സാധിക്കും? അതുകൊണ്ട് അത് യജ്ഞമൂർത്തിയായ ഭഗവാൻ തന്നെ ആയിരിക്കും. ദൃഷ്ടോങ്കുഷ്ടശിരോ മാത്ര ക്ഷണാദ് ഗണ്ഡശിലാസമ അപിസ്വിദ് ഭഗവാനേഷഃ യജ്ഞോ മേ ഖേദയന്മനഃ ഇതി മീമാംസദസ്തസ്യ ബ്രഹ്മണഃ സഹ സൂനുഭിഃ ഭഗവാൻ യജ്ഞപുരുഷോ ജഗർജ അഗേന്ദ്രസന്നിഭഃ. ഇതി ഇപ്രകാരം മീമാംസതഃ തസ്യ, മീമാംസതഃ എന്ന് പറഞ്ഞാൽ മീമാംസ എന്ന് പറഞ്ഞാൽ തർക്കബുദ്ധി, അതിനാണ് മീമാംസ എന്ന് പറയുക. അന്വേഷണം എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ ഇങ്ങനെ മീമാംസതഃ എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്യുന്ന, സത്യാന്വേഷണം ചെയ്യുന്ന, യുക്തിചിന്ത ചെയ്യുന്ന, തർക്കിക്കുന്ന, ഉള്ളിൽ ആലോചന ചെയ്യുന്ന എന്നൊക്കെ അർത്ഥമാണ് മീമാംസ. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നവനായ തസ്യ ആ ബ്രഹ്മദേവന് ബ്രഹ്മണഃ സഹസൂനുഭിഹി പുത്രന്മാരോടുകൂടി ആലോചിക്കുകയാണ് ബ്രഹ്മദേവൻ. പ്രജാപതിമാര്, മനു, കുമാരന്മാരെല്ലാവരും ചിന്തിക്കുന്നുണ്ട് എന്താണിത്, ആരാണിത് എന്നിങ്ങനെ എല്ലാവരും ചിന്തിക്കുകയാണ്. ആ സമയത്ത് ഭഗവാൻ യജ്ഞപുരുഷ ജഗർജ അഗേന്ദ്ര സന്നിഭ. യജ്ഞപുരുഷ ഭഗവാൻ, യജ്ഞമൂർത്തിയായ ഭഗവാൻ വിഷ്ണു ഭഗവാൻ തന്നെ ജഗർജ എന്ന് പറഞ്ഞാൽ ഗർജിച്ചു. അഗേന്ദ്ര സന്നിഭ, അഗേന്ദ്രൻ, അകം എന്നാൽ പർവ്വതം, ഗമിക്കാത്തത്, സ്ഥാവരം. അഗേന്ദ്രൻ, പർവ്വതേന്ദ്രൻ. സന്നിഭ സമാനമായിട്ട്. അപ്പോൾ ഒരു ഹിമാലയം പോലെ വളർന്ന് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഈ സൂകരാകൃതിയായ യജ്ഞമൂർത്തിയായ ഭഗവാൻ അവിടെ നിന്നുകൊണ്ട് ഗർജിച്ചു, ശബ്ദമുണ്ടാക്കി. അതൊരു എന്താണ്, നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണ് എന്നുള്ള ഒരു അപ്രൂവൽ പോലെയാണ് ഭഗവാന്റെ ഗർജനം. പേടിക്കേണ്ട, ഇത് ഞാൻ തന്നെയാണ് എന്ന് തൻ്റെ ഗർജനം കേട്ടാൽ ഇവർക്ക് മനസ്സിലായിക്കോളും എന്ന് കരുതിക്കൊണ്ട് തൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് താൻ ഇവരെ രക്ഷിക്കാൻ വന്നതാണ്, അനുഗ്രഹിക്കാൻ വന്നതാണ് എന്നുള്ള ശബ്ദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒന്ന് ഗർജിച്ചു എന്നർത്ഥം. ഇതി മീമാംസദസ്തസ്യ ബ്രഹ്മണഃ സഹ സൂനുഭിഃ ഭഗവാൻ യജ്ഞപുരുഷോ ജഗർജ അഗേന്ദ്രസന്നിഭഃ ബ്രഹ്മാണം ഹർഷയാമാസ ഹരിസ്താംശ്ച ദ്വിജോത്തമാൻ സ്വഗർജിതേന കകുഭഃ പ്രതിസ്വനയദാ വിഭുഃ. ബ്രഹ്മാണം ഹർഷയാമാസ ഹരിഃ താൻച ദ്വിജോത്തമാൻ സ്വഗർജിതേന കകുഭഃ പ്രതിസ്വനയതാ വിഭുഃ. ആ ഹരിഃ വിഭുഃ ഭഗവാനെ രണ്ട് പദങ്ങളെ കൊണ്ട് വിശേഷിപ്പിച്ചു. ഹരിയും വിഭുവും, എല്ലാവരുടെയും ദുഃഖങ്ങളെ ഹരിക്കുന്നവനും പാപങ്ങളെ ഹരിക്കുന്നവനുമായിട്ടുള്ള ഭഗവാൻ വിഭു, സർവസമർത്ഥനായ ഭഗവാൻ വിഷ്ണു ബ്രഹ്മാണം ഹർഷയാമാസ, ബ്രഹ്മാവിനെ സന്തോഷിപ്പിച്ചു. മാത്രമല്ല ദ്വിജോത്തമാൻ, താംച ദ്വിജോത്തമാൻ, ആ ദ്വിജോത്തമന്മാരെയും പ്രജാപതിമാരെയും സനകാദികളെയും മനുവിനെയും എല്ലാവരെയും സന്തോഷിപ്പിച്ചു എന്നർത്ഥം. എങ്ങനെ? കകുബഹ പ്രതിസ്വനയത സ്വഗർജിതേന. കകുബഹ, കകുപ്പ് എന്ന് പറഞ്ഞാൽ ദിക്ക് എന്നർത്ഥമാണ്. ദിക്കിന്റെ പര്യായമാണ് കകുപ്പ്. കകുബഹ ബഹുവചനം. ദിക്കുകളെ, അതിന്റെ ദ്വിതീയാണ് ഇവിടെ. ദിക്കുകളെ പ്രതിസ്വനയത, പ്രതിസ്വനയത എന്ന് പറഞ്ഞാൽ മാറ്റൊലിക്കൊള്ളിക്കുന്ന, പ്രതിസ്വനം എന്ന് പറഞ്ഞാൽ എക്കോ, പ്രതിധ്വനി, മാറ്റൊലി. ആ ദിക്കുകളെ പ്രതിധ്വനിപ്പിക്കുന്നതായിട്ടുള്ള സ്വഗർജനേന, തൻ്റെ ഗർജനം കൊണ്ട്, തൻ്റെ ഗർജനത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ഇത് ഭഗവാന്റെ ശബ്ദം തന്നെയാണെന്ന് സജ്ജനങ്ങൾക്കൊക്കെ മനസ്സിലാകും. അതുകൊണ്ട് ബ്രഹ്മദേവനും പ്രജാപതിമാരും മനുവും സനകാദികളുമൊക്കെ തിരിച്ചറിയുകയാണ് ഇത് ഭഗവാന്റെ ശബ്ദമാണ്, ഭഗവാന്റെ അനുഗ്രഹമാണ് എന്നിങ്ങനെ അവരെല്ലാം സന്തോഷിപ്പിച്ചു. അതാണ് ഹർഷയാമാസ, അവരെല്ലാം
ഹർഷം ജനിപ്പിച്ചു, എല്ലാവരെയും സന്തോഷിപ്പിച്ചു ഭഗവാൻ തൻ്റെ ഗർജനം കൊണ്ട്. ബ്രഹ്മാണം ഹർഷയാമാസ ഹരിഹി താൻ ച ദ്വിജോത്തമാൻ സ്വഗർജിതേന കകുബഃ പ്രതിസ്വനയതാ വിഭുഃ. നിശമ്യത്തെ ഗർഗരിദം സ്വഖേദക്ഷയിഷ്ണു മായാമയ സുഗരസ്യ ജനസ്തവഃ സത്യനിവാസിനസ്തേ ത്രിഭിഃ പവിത്രൈർമുനയോ ഗൃണൻ സ്മ. നിശമ്യത്തെ ഗർഗരിദം സ്വഖേദക്ഷയിഷ്ണു മായാമയ സുഗരസ്യ ജനസ്തവഃ സത്യനിവാസിനസ്തേ ത്രിഭിഃ പവിത്രൈർമുനയോ ഗൃണൻ സ്മ. ഇവിടെ ഭഗവാൻ മായാമയ സൂകരസ്യ, മായാമയനായ സൂകരനാണ് ഭഗവാൻ. മായ കൊണ്ട് ഒരു ശരീരമെടുത്തതാണ് ഈ പന്നിയുടെ ശരീരം, സൂകര ശരീരം. ആ സൂകരാകൃതിയായിരിക്കുന്ന ഭഗവാന്റെ സ്വഖേദക്ഷയിഷ്ണു ഗർഗരിതം തേ നിശമ്യ. അവരെല്ലാം നിശമ്യ, നിശമ്യ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട്. എന്താ കേട്ടത്? ഗർഗരിതം. ഗർഗരിതം എന്ന് പറഞ്ഞാൽ ഗർജനം തന്നെയാണ്. ഗർഗരം, ഗർജനം എന്നൊക്കെ പര്യായ ശബ്ദങ്ങളാണ്. ഇപ്പൊ ഗർഗരിതം, ഗർഗര ശബ്ദത്തെ, പന്നിയുടെ ഒരു പ്രത്യേക ശബ്ദമാണല്ലോ, ഗർ 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 എന്നുണ്ടാക്കുന്ന ഒരു ശബ്ദമാണ്. അതുകൊണ്ട് അതിന് ഗർഗരിതം എന്ന് പേര്. അപ്പൊ ആ ഗർഗരിത ശബ്ദം കേട്ടിട്ട് അതെങ്ങനെ, എങ്ങനെയുള്ളതാണ് ഈ ഗർഗരിതം? സ്വഖേദക്ഷയിഷ്ണു, ഓരോരുത്തരുടെയും ഖേദത്തെ ക്ഷയിപ്പിക്കുന്ന ശീലത്തോടു കൂടിയത്. ക്ഷയിഷ്ണു എന്ന് പറഞ്ഞാൽ ക്ഷയിതും ശീലമസ്യ ഇതി ക്ഷയിഷ്ണു. ക്ഷയിപ്പിക്കുന്നത്, എന്തിനെ ക്ഷയിപ്പിക്കുന്നത്? ഖേദങ്ങളെ. അപ്പൊ ബ്രഹ്മാവിൻ്റെയും ഈ മരീച്യാദി പ്രജാപതിമാരുടെയും ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളെയും ഇല്ലാതെയാക്കുന്നതാണ്, ക്ഷയിപ്പിക്കുന്നതാണ് ഭഗവാന്റെ ഈ ഗർഗരിതം. ആ ഗർഗരിതം കേട്ടതായിട്ടുള്ള ജനസ്തപസ് സത്യനിവാസിനഃ, ജനലോകം, തപലോകം, സത്യലോകം മുതലായ ലോകങ്ങളിൽ നിവസിക്കുന്നവർ, അങ്ങനെ ഊർധ്വലോകങ്ങളിൽ വസിക്കുന്ന സിദ്ധന്മാരായ സനകാദികളും മറ്റുമൊക്കെ. അതാണ് ജനസ്തപസ് സത്യനിവാസിന. സത്യലോകം ബ്രഹ്മാവിന്റെ ലോകമാണ്, അതിന്റെ മുകളിലുള്ള ലോകങ്ങളാണ്, അല്ല അതിന് താഴെയുള്ള ലോകങ്ങളാണ്. ഭൂർഭുവസ്വഹയുടെ മുകളിലാണ് ജനലോകവും തപലോകവും സത്യലോകവും ഒക്കെ. അപ്പൊ ആ ലോകത്തുള്ള നിവാസികളായിട്ടുള്ള തേ മുനയഃ പവിത്രൈഹി ത്രിഭിഹി അഗൃണൻ സ്മ. പവിത്രങ്ങളായ ത്രിഭിഹി, ത്രിഭിഹി എന്ന് പറഞ്ഞാൽ മൂന്നുകളെ കൊണ്ട്. അതാ മൂന്നുകള് വേദത്തിന്റെ പര്യായമായിട്ടാണ് ത്രയീ എന്ന് പറയുന്ന ആ ത്രയീ എന്നുള്ളതിന്റെ രൂപാന്തരമാണ് ത്രിഭിഹി, മൂന്നുകളെ കൊണ്ട്. അപ്പോൾ വേദങ്ങളിലെ ആ മൂന്നുകളെ കൊണ്ട്, അല്ലെങ്കിൽ മൂന്ന് വേദങ്ങളെ കൊണ്ട് എന്നൊക്കെ അർത്ഥത്തില് അഗൃണൻ സ്മ, ഗൃണിയെ ചെയ്തു. ഗൃണത, അഗൃണൻ എന്ന് പറഞ്ഞാൽ സ്തുതി ചെയ്തു എന്നർത്ഥം. അപ്പോൾ ഈ മുനിമാരെല്ലാവരും ഭഗവാനെ, യജ്ഞമൂർത്തിയെ സ്തുതിച്ചു. ആ സ്തുതി പിന്നീട് വരുന്നുണ്ട്. 35-ാം ശ്ലോകം മുതലാണ് ആ സ്തുതിയെക്കുറിച്ച് പറയുന്നത്. എങ്ങനെയുള്ള ഭഗവാനെ സ്തുതിച്ചു എന്ന് പിന്നെയും തുടർന്ന് പറയുകയാണ് 27 മുതൽക്കുള്ള ശ്ലോകങ്ങൾ. അതുപോലെ ഭഗവാൻ എന്തൊക്കെ ചെയ്തു ഇവർ സ്തുതിക്കുന്നതിൻ്റെ ഇടയിൽ, ആ പ്രവൃത്തികളും അടുത്ത വരികളിൽ പറയുന്നു. എന്നിട്ടാണ് ഇവരുടെ സ്തുതിയെക്കുറിച്ച് പിന്നീടാണ് വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ജനലോകം, തപലോകം, സത്യലോകം മുതലായ ഊർധ്വലോകങ്ങളിൽ വസിക്കുന്ന സനകാദി ഋഷീശ്വരന്മാരും മറ്റ് ദേവന്മാരും അല്ലെങ്കിൽ ബ്രഹ്മാദികളുമെല്ലാം ഈ വരാഹമൂർത്തിയെ സ്തുതിച്ചു. ആ സ്തുതി നമുക്ക് പിന്നീട് കാണാം. തേഷാം സതാം വേദവിതാനമൂർത്തി ബ്രഹ്മാവതാര്യാത്മഗുണാനുവാദം വിനദ്യ ഭൂയോ വിബുധോദയായ ഗജേന്ദ്രലീലോ ജലമാവിവേശ. തേഷാം സതാം വേദവിതാനമൂർത്തി ബ്രഹ്മാവതാര്യാത്മഗുണാനുവാദം വിനദ്യ ഭൂയോ വിബുധോദയായ ഗജേന്ദ്രലീലോ ജലമാവിവേശ. ഇവിടെ ഭഗവാനെ കുറിച്ച് പറഞ്ഞു വേദവിതാനമൂർത്തി എന്ന്. വേദങ്ങളെ വിതാനം ചെയ്യുന്ന മൂർത്തി. വേദങ്ങളെ വിതാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വേദങ്ങളിലുള്ളതായിട്ടുള്ള കർമ്മകാണ്ഡങ്ങളെ വിസ്തരിക്കുക. അപ്പോൾ വേദങ്ങളിൽ വിസ്തരിക്കപ്പെടുന്ന ആ കർമ്മകാണ്ഡത്തിന്റെ മൂർത്തിയാണ് ഭഗവാൻ എന്ന് പറഞ്ഞാലോ യജ്ഞമൂർത്തി എന്നർത്ഥം. വേദത്തിലെ കർമ്മകാണ്ഡങ്ങളിൽ എന്താണ് വർണ്ണിക്കുന്നത്? യജ്ഞങ്ങളാണ്. വിവിധങ്ങളായ യജ്ഞങ്ങൾ, ഈശ്വരാരാധനയ്ക്കുള്ള ഉപായങ്ങളാണ് യജ്ഞങ്ങൾ.
ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളാണ് യജ്ഞങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള യജ്ഞങ്ങളെല്ലാം ഈ വിഷ്ണുവിൻ്റെ തന്നെ മൂർത്തിയാണ്. അതുകൊണ്ട് ഭഗവാനെ എന്തു പറഞ്ഞു? യജ്ഞമൂർത്തി എന്നുള്ളതിൻ്റെ പര്യായമായിട്ട് വേദവിധാനമൂർത്തി, വേദങ്ങളിൽ വിധാനം ചെയ്യപ്പെടുന്ന യജ്ഞങ്ങളുടെ മൂർത്തിയായിരിക്കുന്ന ആ ഭഗവാൻ തേഷാം സതാം ആത്മഗുണാനുവാദം ബ്രഹ്മ അവതാര്യ. തേഷാം സതാം, ആ സത്തുക്കളുടെ, ആരാ സത്തുക്കള്? ഈ സനകാദി ഋഷീശ്വരന്മാർ ഭഗവാനെ സ്തുതിച്ചവർ, ആ സജ്ജനങ്ങളുടെ ആത്മഗുണാനുവാദം, തൻ്റെ ഗുണങ്ങളെ അനുവദിക്കുന്ന, തൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നിരന്തരം പറയുന്ന എന്നർത്ഥമാണ് അനുവാദം എന്ന് പറഞ്ഞാൽ. നിരന്തരം വദിക്കുക, പറയുക. അപ്പോൾ തൻ്റെ ഗുണങ്ങളെ വർണ്ണിക്കുന്നതായ, നിരന്തരം പറയുന്നതായിട്ടുള്ള ബ്രഹ്മ അവതാര്യ. ബ്രഹ്മ എന്നുള്ള ശബ്ദം വേദം എന്ന വേദത്തിൻ്റെ പര്യായം. അപ്പോൾ അവർ സ്തുതിക്കുന്ന വേദത്തെ അവതാര്യ, കേട്ടിട്ട് ധരിച്ചിട്ട് മനസ്സിലാക്കിയിട്ട്, അപ്പോൾ അവരുടെ സ്തുതിയൊക്കെ ആ വേദങ്ങളിൽ പറയുന്ന സ്തുതികളാണ്. വേദങ്ങളിൽ കർമ്മകാണ്ഡങ്ങളിലും ഉപാസനാകാണ്ഡങ്ങളിലും ഒക്കെ ഉള്ളതായിട്ടുള്ള സ്തുതികളെ കൊണ്ടാണ് തന്നെ സ്തുതിക്കുന്നത്. ആ സ്തുതികളെ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഭൂയഃ വിനദ്യ, അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ സ്തുതിയെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്നെ തന്നെയാണ് സ്തുതിക്കുന്നത് എന്ന് ഞാൻ സ്വീകരിക്കുന്നു എന്നൊക്കെ തൻ്റെ പ്രസാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഭൂയഃ വിനദ്യ, ഒന്നുകൂടെ വീണ്ടും വീണ്ടും നാദം ചെയ്തിട്ട്, ഗർജിച്ചിട്ട് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് വിബുധോദയായ ഗജേന്ദ്രലീല ജലം ആവിവേശ. വിബുധോദയായ, വിബുധന്മാരുടെ ഉദയത്തിനായിക്കൊണ്ട്, വിബുധന്മാരെന്നാൽ സത്കർമ്മങ്ങൾ ചെയ്യുന്ന ദേവന്മാരെന്നൊക്കെ അർത്ഥം. അപ്പൊ സജ്ജനങ്ങളുടെ ഉദയത്തിനായിക്കൊണ്ട്, ഉദയം അഭിവൃദ്ധി, ക്ഷേമം. അപ്പോൾ ലോകത്തിന്റെ നന്മയ്ക്കായിക്കൊണ്ട് എന്ത് ചെയ്തു? ഗജേന്ദ്രലീല, ഒരു ഗജേന്ദ്രന്റെ ലീലയെ സ്വീകരിച്ചുകൊണ്ടെന്ന് വെച്ചാൽ, ഒരു ആന ജലാശയം കാണുമ്പോൾ എങ്ങനെയാണോ വെള്ളത്തിലേക്ക് ആവേശത്തോടുകൂടി ഇറങ്ങുക, അതുപോലെ ഒരു മതയാന ജലാശയത്തിലേക്ക് ഇറങ്ങും പോലെ ഗജേന്ദ്രലീല ജലം ആവിവേശ, ആ പ്രളയ ജലത്തിലേക്ക് ഇറങ്ങുകയാണ്. ഭൂമി മുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ആ ജലത്തിലേക്ക് ഇറങ്ങുകയാണ് ഈ പർവ്വതാകാരനായിട്ടുള്ള ഈ വരാഹമൂർത്തി. അപ്പൊ ഇവരെല്ലാം സ്തുതിച്ചത്, വരാഹമൂർത്തിയെ സ്തുതിച്ചപ്പോൾ അദ്ദേഹം സന്തോഷിച്ച് വീണ്ടും വീണ്ടും ഗർജിച്ച് ആകാശത്തായിരുന്നു നിന്നിരുന്നത്. ആ ആകാശത്തു നിന്ന് ഈ ജലത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി എന്നർത്ഥം. തേഷാം സതാം വേദവിതാനമൂർത്തി ബ്രഹ്മാവതാര്യാത്മഗുണാനുവാദം വിനദ്യ ഭൂയോ വിബുധോദയായ ഗജേന്ദ്രലീലോ ജലമാവിവേശ. ആ ഭഗവാൻ ജലത്തിൽ ഇറങ്ങിയിട്ട് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ലീലകളാണ് ചെയ്തത്, എങ്ങനെയാണ് അദ്ദേഹം ഭൂമിയെ ഉദ്ധരിച്ചത്, അതൊക്കെ തുടർന്ന് പറയണു. ഉക്ഷിപ്തവാലഖജരക്കടോര സടാവിധുൻവൻഖരരോമസത്വക കുരാഹദാബ്രഹ സിതദംഷ്ട്രൈക്ഷാ ജ്യോതിർബവാസെ ഭഗവാൻ മഹീദ്രഃ. ഉക്ഷിപ്തവാലഃ ഖജരകഠോരഃ സടാവിധുൻവൻഖരരോമസത്വക കുരാഹദാബ്രഹ സിതദംഷ്ട്രൈക്ഷാ ജ്യോതിർബവാസെ ഭഗവാൻ മഹീദ്രഃ. എങ്ങനെയാണ് ഭഗവാൻ ആ ജലത്തിലിറങ്ങി ഗജേന്ദ്ര ലീല ചെയ്തത്? ഉക്ഷിപ്തവാലഃ, ഉക്ഷിപ്തവാലൻ എന്ന് പറഞ്ഞാൽ വാല് ഉയർത്തി അടിച്ചുകൊണ്ട്, ഉക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പൊക്കുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അടിക്കുക എന്നുണ്ട്. അപ്പൊ വാല് പൊക്കി പൊക്കി ഈ വെള്ളത്തിൽ അടിക്കുന്നുണ്ട്. ഉക്ഷിപ്തവാലഃ, വാല് മുകളിലേക്ക് പൊക്കിക്കൊണ്ട് അല്ലെങ്കിൽ പൊക്കിക്കൊണ്ട് പ്രഹരിച്ചുകൊണ്ടും. ഖജരഃ, ഖജരഃ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ സഞ്ചരിക്കുന്നവനായിട്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ചെറിയൊരു അംശമേ വെള്ളത്തിലേക്ക് വന്നിട്ടുള്ളൂ, ബാക്കി മുഴുവൻ ശരീരം മുഴുവൻ ആകാശത്തിലാണ്. അഖജരഃ, ആകാശത്തിൽ സഞ്ചരിക്കുന്നവനായിട്ടും. കഠോരം സടാഹാവിധുന്വൻ, കഠോരഃ, കഠോരഃ അതികഠിനമായിട്ടുള്ള ശരീരം, പർവ്വതം പോലെയുള്ള ശരീരം, പാറ പോലെ ഉറപ്പുള്ള ശരീരമാണ് അല്ലേ. ഈ നമ്മുടെ കാട്ടുപന്നികളെ കണ്ടിട്ടില്ലേ? ചെറിയ ശരീരങ്ങളാണ് പറയാൻ, പക്ഷേ ഭയങ്കര കഠിന ശരീരങ്ങളാണ്. സിംഹങ്ങളും പുലികളും പോലും അവരുടെ അടുത്തുനിന്ന് പേടിച്ചോടും. ഇടയ്ക്ക് നമ്മുടെ ഇതിലൊക്കെ വീഡിയോകൾ വരാറുണ്ട് അല്ലേ, ഒരു ചെറിയ കൊച്ചു പന്നിക്കുട്ടിയെ ഒരു പുലി ഓടിച്ചിട്ട് പിടിക്കുന്നു.
അപ്പോൾ അതിൻ്റെ തള്ളപ്പന്നി ദൂരത്തുനിന്ന് പാഞ്ഞു വരുന്നു. അതിൻ്റെ വരവ് കണ്ടിട്ട് ഈ പുലി ഓടിയ വഴിക്ക് പുല്ല് മുളയ്ക്കില്ല. അതിൻ്റെ കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പറന്നു പോണു പുലി. ഇത് പിന്നാലെ തുരത്തി കൊണ്ടുപോകുന്നു. ധാരാളം കാണാം നമുക്ക് അങ്ങനെയുള്ള വീഡിയോസ്. അപ്പോൾ ആ പന്നി ചെറുതാണെങ്കിലും ശരീരം ചെറുതാണെങ്കിലും അതിൻ്റെ ശരീരം നല്ല കഠിന ശരീരമാണ്. അതിൻ്റെ ആ തേറ്റയും മുഖവുമൊക്കെ ഭയങ്കര ശക്തിയാണ്. അതിൻ്റെ സ്പീഡ് ഭയങ്കരമാണ്. ആ സ്പീഡിലുള്ള അറ്റാക്കാണ് സഹിക്കാൻ പറ്റാത്തത് ആർക്കും. നേരെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ വണ്ടികളൊക്കെ പല എന്താ പറയുക വനപാതകളിലൊക്കെ സഞ്ചരിക്കുന്ന കാറുകളും മറ്റുമൊക്കെ പന്നി ഇടിച്ചു കഴിഞ്ഞാൽ തകർന്നു പോകും. നമ്മുടെ ഈ നാട്ടിൻപുറത്ത് തന്നെ പല ബൈക്ക് അപകടങ്ങളും മറ്റുമൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പന്നി ഇടിച്ചിട്ട് ആള് മരിക്കും. ആ പന്നി ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്രോസ് ചെയ്യും റോഡിലൂടെയൊക്കെ. അപ്പോൾ ഭയങ്കര വേഗമാണ് അതിൻ്റെ. ആ വേഗത്തിലുള്ള അറ്റാക്കാണ് മറ്റു മൃഗങ്ങൾക്ക് തടുക്കാൻ പറ്റില്ല, ഓടിപ്പോവും എല്ലാവരും. അപ്പോൾ പിന്നെ ഈ ഭഗവാൻ ഇത്രയും വലിയ പർവ്വത ശരീരിയായാൽ പിന്നെ പറയേണ്ടതുണ്ടോ? അതാണ് ഇവിടെ കഠോര ശരീരത്തോടു കൂടിയവനും സടാഹ വിദുൻവൻ, തൻ്റെ സടകളെ കുടയുന്നുണ്ട്. കഴുത്തിലൊക്കെ രോമങ്ങൾ, കുഞ്ചിരോമങ്ങൾ ഉണ്ടാവും. ആ രോമങ്ങളെയൊക്കെ ഇങ്ങനെ കുടഞ്ഞുകൊണ്ട് അന്തരീക്ഷത്തിലെ ഇളക്കിക്കൊണ്ട് സടാഹ വിദുൻവൻ ഖരരോമശത്വക്ക്, അദ്ദേഹത്തിൻ്റെ ത്വക്ക് ഖരരോമങ്ങളോട് കൂടിയതാണ്. ഖരമെന്നാൽ കഠിനമായിട്ടുള്ള രോമങ്ങൾ, മുള്ളം പന്നിയുടെ മുള്ളു പോലെയുള്ള രോമങ്ങളാണ് ഇവിടെ. ഈ പന്നിയുടെ കാട്ടുപന്നിയുടെ ശരീരത്തിലെ രോമങ്ങളും കട്ടിയുള്ളതാണ്. ഇപ്പം ഖരരോമശത്വക്ക്, കഠിന രോമങ്ങളുള്ള ത്വക്കോട് കൂടിയവനായിട്ടുള്ള കുരാഹദാബ്രഹാം. അബ്രം എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ. മേഘങ്ങളെയൊക്കെ ആ കുരാഹതം എന്ന് പറഞ്ഞാൽ, കുരം എന്നാൽ കുളമ്പാണ്. അപ്പോൾ താഴെ പിൻകാലുകൾ മാത്രമേ വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ളൂ. മുൻ രണ്ട് കൈകൾ അന്തരീക്ഷത്തിലാണ്. അതിൻ്റെ കുളമ്പുകളെ കൊണ്ട് ആകാശത്തുള്ള മേഘങ്ങളെയൊക്കെ അടിച്ചു തെറിപ്പിക്കുന്നുണ്ട്. അതാണ് ഖുരാഹദാബ്രഹ. കുരം കൊണ്ട് അബ്രങ്ങളെ ആഹനിച്ചുകൊണ്ട് പ്രഹരിച്ചുകൊണ്ട് ഖുരാഹദാബ്രഹ, കുളമ്പുകളുടെ അടിയോടുകൂടിയ മേഘങ്ങളോ ചലിപ്പിക്കുന്നവനായിക്കൊണ്ട് സിതദംഷ്ട്രഹ, നല്ല വെളുത്ത ദംഷ്ട്രകളോടുകൂടിയവനായിട്ട്, വലിയ ഉയർന്നു നിൽക്കുന്ന തേറ്റകൾ, വലിയ പല്ലുകൾ പുറത്തേക്ക് തള്ളി നിൽപ്പുണ്ട്. അതിന് ദംഷ്ട്ര എന്ന് പറയുന്നത്. അപ്പോൾ തേറ്റകൾ, വെളുത്ത തേറ്റകളോടുകൂടിയവനായിട്ട്, ആനയേക്കാളും വലിയ കൊമ്പുകളായിരിക്കും. വലിയ ശരീരമല്ലേ. ഈക്ഷാജ്യോതിഹി എന്ന് പറഞ്ഞാൽ കണ്ണുകളാകുന്ന ജ്യോതിസ്സോടുകൂടിയവനായിട്ട്, പ്രകാശിക്കുന്ന കണ്ണുകളോടുകൂടിയവനായിട്ട്. ഈ രാത്രി നേരത്ത് പന്നിയുടെ കണ്ണ് കണ്ടിട്ടുണ്ടോ? ഭയങ്കര തിളക്കമാണ്. പേടിയാവും നമുക്ക് ദൂരത്തു നിന്നൊക്കെ. മറ്റേ ഇരുട്ടത്ത് ടോർച്ചടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ കണ്ണ് തിളങ്ങുന്ന കണ്ടാൽ പേടിയാവും. ചില ക്യാമറകളിലൊക്കെ, ഇരുട്ടത്തുള്ള ക്യാമറകളിൽ പന്നിയുടെ ലീലകളൊക്കെ നമ്മൾ എടുത്ത് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ കണ്ണ് നോക്കിയാൽ അറിയാം തിളങ്ങുന്നതാണ്. രാത്രിയിൽ നല്ലോണം കണ്ണ് കാണുന്നതാണ്. അപ്പോൾ ഈക്ഷാ ജ്യോതിഹി, പ്രകാശിക്കുന്ന കണ്ണുകളോടുകൂടിയവനായിട്ട്. മഹീദ്രഹ, മഹീദ്രം എന്നാൽ പർവ്വതം എന്ന് പര്യായമുണ്ട്. ഇവിടെ ഭൂമിയെ ധരിക്കുന്നവനായിട്ടുള്ള, ഭൂമിയെ ധരിക്കാൻ വേണ്ടി അവതരിച്ചവനാണ്. അങ്ങനെയുള്ള ഭഗവാൻ ബബാസേ, ഭഗവാൻ ഭാസിച്ചു. യജ്ഞമൂർത്തിയായ ഭഗവാൻ ശോഭിച്ചു എന്നർത്ഥം. ഉൽക്ഷിപ്തബാലഃ കചരഃ കഠോരഃ സടാവിദുന്വൻ ഖരരോമസത്വക കുരാഹദാബ്ജ സിതദംഷ്ടൈക്ഷാ ജ്യോതിർബബാസേ ഭഗവാൻ മഹീദ്രഃ. ഗ്രാണേന പൃഥ്വ്യാ പദവിം വിജിഗ്രൻ ക്രോഡാപദേശസ്വയമധ്വരാംഗഃ കരാളദംഷ്ട്രോപി അകരാളദൃഗ്ഭ്യാം ഉദ്വീക്ഷ്യ വിപ്രാൻ ഗൃണതോ വിശത്കം. ഗ്രാണേന പൃഥ്വ്യാഃ പദവിം വിജിഗ്രൻ ക്രോഡാപദേശസ്വയമധ്വരാംഗഃ കരാളദംഷ്ട്രോപി അകരാളദൃഗ്ഭ്യാം ഉദ്വീക്ഷ്യ വിപ്രാൻ ഗൃണതോ വിശത്കം. എങ്ങനെയാണ് ജലത്തിലേക്ക് പ്രവേശിച്ചത് എന്ന് പറയണം. അവിശത് കം, കം എന്നാൽ ജലം. ജലത്തിലേക്ക് പ്രവേശിച്ചു. എങ്ങനെയൊക്കെ ആയിട്ട്? ഗ്രാണേന പൃഥ്വ്യാഃ പദവീം വിജിഗ്രൻ, തൻ്റെ മൂക്കുകൊണ്ട്, ഗ്രാണേന്ദ്രിയം കൊണ്ട്, പൃഥ്വ്യാഃ പദവീം, ഭൂമി എവിടെയാണ് ഇരിക്കുന്നത്, ഭൂമിയുടെ സ്ഥാനത്തെ
കാരണം ജലാശയത്തിൽ രസാതലത്തിൽ മറഞ്ഞു കിടക്കുകയാണ്. അപ്പം മറഞ്ഞു കിടക്കുന്ന ഭൂമിയെ മണത്ത് പിടിക്കാനായിക്കൊണ്ട് വിജിഗ്രൻ ഘ്രാണനം ചെയ്തുകൊണ്ട്, ഭൂമിയുടെ പ്രത്യേക ഗുണമാണ് ഗന്ധം. ആ ഗന്ധത്തെ അറിയാനുള്ള പ്രത്യേക കഴിവുള്ള ജന്തുവാണ് വരാഹം. അപ്പം എന്തുകൊണ്ട് ഭഗവാൻ വരാഹ അവതാരമെടുത്തു? ഭൂമിയുടെ ഗുണം ഗന്ധമായതുകൊണ്ടും ഭൂമി രസാതലത്തിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഉപകരണം, ഭൂമിയെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല ഉപകരണം ഭൂമിയുടെ ഗുണമായ ഗന്ധത്തെ പിടിക്കാൻ അതിനുള്ള റഡാർ പോലെയുള്ള മൂക്കുകളാണ് വേണ്ടത്. അല്ലേ? എങ്ങനെയാണോ റഡാറുകൾ സിഗ്നലുകൾ പിടിച്ചെടുക്കുന്നത് ശത്രു സൈന്യത്തിൻ്റെ, അതുപോലെ സാമർഥ്യമുള്ളതാണ് ഈ വരാഹത്തിൻ്റെ പന്നിയുടെ മൂക്കിൻ്റെ ശക്തി. കിലോമീറ്ററുകൾക്കപ്പുറത്ത് എവിടെയെങ്കിലും ഭൂമിക്കടിയിൽ കിഴങ്ങുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എവിടെയോ ഇരുന്ന് മണത്ത് പിടിച്ചിട്ട് ആ അവിടേക്ക് കൃത്യമായിട്ടുള്ള സ്പോട്ടിൽ വന്നിട്ട് കളച്ച് മറിച്ചെടുക്കണമെങ്കിൽ എന്ത് നല്ല ഘ്രാണേന്ദ്രിയമായിരിക്കും. നമുക്കറിയാൻ പറ്റില്ല, നമ്മൾ നട്ടു വളർത്തുന്ന ആളുകൾക്ക് അറിയില്ല ഈ കപ്പ ഈ തടിയുടെ അടിയിൽ കിഴങ്ങായിട്ടുണ്ടോ എന്ന്, ഈ ചേനയുടെ അടിയിൽ കിഴങ്ങായിട്ടുണ്ടോ എന്ന്. അല്ലേ? നമുക്കറിയില്ല. നമ്മൾ ഇത്ര ദിവസമായി വെച്ചിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് അതിൽ കിഴങ്ങാവാനായിട്ട്. കൃത്യമായിട്ട് അറിയാൻ പറ്റും ഈ പന്നിക്ക് ഏതൊക്കെ തടിയുടെ കീഴിൽ കിഴങ്ങുണ്ട് എന്ന്. ആ കിഴങ്ങുള്ളതിനെ കളച്ച് മറിച്ചെടുത്ത് കഴിച്ചിട്ട് പൊക്കോളും. അപ്പം ഇത്രയും മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന സാധനം അതിന് എന്താ പറയുക, മണത്തറിയാൻ കഴിയണമെങ്കിൽ എത്ര ശക്തിയുള്ളതാണ് അതിൻ്റെ ഘ്രാണേന്ദ്രിയം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് എന്ത് രൂപം സ്വീകരിച്ചത്? ഈ വരാഹത്തിൻ്റെ രൂപം സ്വീകരിച്ചത് ഭൂമിയെ ഉദ്ധരിക്കാൻ. എവിടുന്നാണ് വന്നത്? ബ്രഹ്മദേവന്റെ മൂക്കിൽ നിന്ന്, ബ്രഹ്മദേവന്റെ ഘ്രാണേന്ദ്രിയത്തിൽ നിന്ന് തന്നെയാണ് ഘ്രാണപ്രധാനമായിട്ടുള്ള ജന്തു, ഘ്രാണേന്ദ്രിയ പ്രാധാന്യമേറിയ ജന്തുവായ ആ വരാഹം പന്നി ആവിർഭവിച്ചത് ഭൂമിയെ തെരയാൻ വേണ്ടി. അപ്പം അതിവിടെ പറയണം, ഘ്രാണേന പൃഥ്വ്യാഹ പദവിം വിജിഗ്രൻ. ഘ്രാണം കൊണ്ട് ഭൂമിയുടെ സ്ഥാനത്തെ അന്വേഷിക്കുന്നവനായി മണത്ത് പിടിച്ചുകൊണ്ട് ക്രോഡാപദേശ. ക്രോഡം എന്നുള്ളത് പന്നിയുടെ പര്യായമാണ്. ക്രോഡം, വരാഹം, കിടി, അങ്ങനെയുള്ള പല പേരുകൾ വരാഹത്തിന്. അപ്പോൾ ക്രോഡാപദേശ, പന്നി എന്ന വ്യാജ പേരിൽ, അപദേശം എന്ന് പറഞ്ഞാൽ നാമമാത്രം, പന്നി എന്ന് പേരേ ഉള്ളൂ. വാസ്തവത്തിൽ ആരാണ്? സ്വയം അധ്വരാംഗ. അധ്വരം എന്ന് പറഞ്ഞാൽ യാഗമാണ്, യജ്ഞമാണ്. അപ്പൊ യജ്ഞമൂർത്തിയാണ് സ്വയം. അപ്പോ സ്വയം യജ്ഞമൂർത്തിയായിരിക്കുന്ന ആ ഭഗവാൻ പന്നിയുടെ പേര് വ്യാജത്തിൽ സ്വീകരിച്ചുകൊണ്ട് ക്രോഡാപദേശ സ്വയം അധ്വരാംഗ കരാളദംഷ്ട്ര, ഭയങ്കരങ്ങളായ ദംഷ്ട്രയോടുകൂടിയവനായിട്ടുള്ള ആ ഭഗവാൻ അകരാളദൃഗ്ഭ്യാം, തൻ്റെ ദൃക്കുകൾ, അകരാളം എന്ന് പറഞ്ഞാൽ അതികഠിനമല്ലാത്ത ദൃഷ്ടി കൊണ്ടെന്ന് വെച്ചാൽ കരുണയോടുകൂടിയ ദൃഷ്ടി കൊണ്ട് എന്നർത്ഥമാണ്. ഭൂമിയോട് കാരുണ്യം കാണിക്കുകയാണ്, ഭൂമിയെ തെരയുകയാണ്. പേടിക്കണ്ട എന്നുള്ള മട്ടില് ഭൂമിയെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ കരുണയോടുകൂടിയ കണ്ണുകളോടുകൂടിയവനായിട്ട് ആ കരാള ദൃഗ്ഭ്യാം, സൗമ്യമായ ദൃഷ്ടിയോടുകൂടെ ഗൃണതഃ വിപ്രാനുദ്വീക്ഷ്യ, അതുപോലെ സൗമ്യമായ ദൃഷ്ടിയോടുകൂടെ പിന്നെന്ത് ചെയ്യുന്നുണ്ട്? ഗൃണതഃ വിപ്രാനുദ്വീക്ഷ്യ, തന്നെ സ്തുതിക്കുന്നവരായ ബ്രാഹ്മണരെ ഒന്ന് നോക്കിയിട്ട് സന്തോഷിച്ചിട്ട് അവരെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട്, സനകാദികളൊക്കെ സ്തുതിക്കുമ്പോൾ അവരുടെ സ്തുതിയെ അംഗീകരിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് സൗമ്യമായ ദൃഷ്ടി കൊണ്ട് അവരെ കടാക്ഷിച്ച്, അതാണ് ഗൃണതോ വിപ്രാൻ ഉദ്വീക്ഷ്യ കം ആവിശത്, ആ ജലത്തിലേക്ക് പ്രവേശിച്ചു. ഘ്രാണേന പൃഥ്വ്യാ പദവിം വിജിഗ്രൻ ക്രോഡാപദേശ സ്വയം അധ്വരാംഗ കരാളദംഷ്ട്രോപി അകരാളദൃഗ്ഭ്യാമുദ്വീക്ഷ്യ വിപ്രാൻ ഗൃണതോ വിശത്കം സവജ്രകൂടാംഗനിപാതവേഗ വിശീർണ കുക്ഷിഃ സ്തനയന്നുദൻവാൻ ഉത്സൃഷ്ടദീർഘോർമിഭുജൈരിവാർത്തഃ ചുക്രോശ യജ്ഞേശ്വരവാഹിമേതി. സവജ്രകൂടാംഗനിപാതവേഗ വിശീർണ കുക്ഷിഃ സ്തനയന്നുദൻവാൻ
ഉത്സൃഷ്ട ദീർഘോർമി ഭുജൈരിവാർത്ത ചുക്രോശ യജ്ഞേശ്വര പാഹിമേതി. വരാഹമൂർത്തി സമുദ്രത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ സമുദ്രം രണ്ടായി പിളരുകയാണ്. അപ്പൊ സമുദ്രത്തിന്റെ ഉദരം പിളരുന്നത് പോലെ ആ സമയത്ത് സമുദ്രത്തിന്റെ ഗർജനമുണ്ടാകുന്നുണ്ട്. ആ ഗർജനമാണെന്ത്? ഭഗവാനെ നോക്കിക്കൊണ്ട് യജ്ഞേശ്വര പാഹിമാ ഇതി ചുക്രോശ, ഇങ്ങനെ ആക്രോശിച്ചു എന്ന് പോലെ തോന്നും എന്നാണ് പറയുന്നത് ഇവിടെ. അപ്പോ വജ്രകൂടാംഗ നിപാത വേഗ വിശീർണ കുക്ഷി സഹ ഉദന്വാൻ. ഇവിടെ ഉദന്വാൻ എന്ന് പറഞ്ഞാൽ ജലാശയം എന്നർത്ഥമാണ്, ഇവിടെ സമുദ്രം എന്നർത്ഥമാണ്. ഓതസ്, ഉദകം എന്നൊക്കെ ജലത്തിന് പര്യായം. ഉദന്വാൻ വെള്ളത്തോടു കൂടിയവൻ. ആരാണ് വെള്ളത്തോടു കൂടിയവൻ? സമുദ്രം. അപ്പൊ സഹ ഉദന്വാൻ എങ്ങനെയുള്ളവനായിട്ട്? വജ്രകൂട അംഗ നിപാത വേഗ വിശീർണ കുക്ഷി. വജ്രകൂടം എന്ന് പറഞ്ഞാൽ വജ്രപർവ്വതം, വജ്രത്തിന്റെ കൊടുമുടി, അതുപോലെയുള്ള അംഗം, ശരീരം. ആരുടെ? ഈ വരാഹമൂർത്തിയുടെ. അതിന്റെ നിപാത വേഗം, അത് പതിച്ചതിന്റെ ശക്തി, വേഗം കൊണ്ട് വിശീർണ കുക്ഷി, സമുദ്രത്തിന്റെ കുക്ഷി ശീർണമായി പിളർന്നു. അപ്പൊ വരാഹമൂർത്തി ആകാശത്തുനിന്ന് വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഭീം എന്ന് പറഞ്ഞ് ചാടിയതോട് കൂടിയിട്ട് ആ ജലാശയം രണ്ടായിട്ട് അങ്ങോട്ട് വയറ് പിളരും പോലെ പിളരുകയാണ്. അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന തിരമാലകളുടെ സുനാമി ശബ്ദം, ഗർജനം, ആ ഗർജനത്തോടുകൂടിയ സ്തനയൻ. സ്തനയൻ എന്ന് പറഞ്ഞാല് ശബ്ദിച്ചുകൊണ്ട്, ഗർജിച്ചുകൊണ്ട് എന്നൊക്കെ അർത്ഥം, അലറിക്കൊണ്ട്. ഉത്സൃഷ്ട ദീർഘോർമി ഭുജൈഹി, രണ്ട് കൈയും നീട്ടി പ്രാർത്ഥിക്കും പോലെ, എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കും പോലെ. ഉത്സൃഷ്ട ദീർഘ ഊർമി ഭുജൈഹി, ഊർമി എന്ന് പറഞ്ഞാൽ തിരമാല, തിരമാലകളാകുന്ന കൈകളെ ഉത്സർജിച്ചുകൊണ്ട്, രണ്ട് ഭാഗത്തേക്ക് നീട്ടിക്കൊണ്ട് നിലവിളിക്കുകയാണ് ആര്? സമുദ്രം. അതാണ് ഉത്സൃഷ്ട ദീർഘ ഊർമി ഭുജൈഹി, നല്ലപോലെ നീട്ടിയതായിട്ടുള്ള തിരമാലകളാകുന്ന കൈകളോടുകൂടി എന്നെ രക്ഷിക്കണേ എന്ന് ആർത്ത ഇവ, ഒരു ആർത്തനെ പോലെ. യജ്ഞേശ്വര പാഹിമാ ഇതി, അല്ലയോ യജ്ഞമൂർത്തേ, ഭഗവാനേ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ആ സമുദ്രത്തിന്റെ തിരമാലകൾ രണ്ട് വശത്തേക്ക് ഉയർന്ന് പൊങ്ങിയപ്പോ രണ്ട് കൈയും നീട്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തോന്നി എന്ന് പറയുന്നു അവിടെ. ആ ഒരു ചിത്രം കവിയുടെ മനസ്സിൽ നന്നായിട്ട് തെളിഞ്ഞ് കാണുകയാണ് അദ്ദേഹം. അത് നമുക്കും കാണിച്ചു തരികയാണ്. ഭഗവാൻ പർവ്വത ശരീരിയായിട്ടുള്ള വരാഹമൂർത്തി ആകാശത്തുനിന്ന് വെള്ളത്തിലേക്ക് കുതിച്ചതോടുകൂടി ആ സമുദ്രം രണ്ടായി പിളർന്ന് തിരമാലകൾ ഉയരത്തിലേക്ക് ഉയർന്നു പൊങ്ങുമ്പോൾ അതിലുണ്ടാവുന്ന ആ സുനാമി ശബ്ദം, ഗർജനം എല്ലാം കൂടി നോക്കുമ്പോൾ ആ സമുദ്ര ദേവത കൈ പൊക്കി നിലവിളിച്ച് കരയുകയാണോ എന്ന് തോന്നും. എന്നെ രക്ഷിക്കൂ യജ്ഞേശ്വര എന്ന്. സവജ്രകൂടാംഗ നിപാത വേഗ വിശീർണ കുക്ഷി സ്തനയന്നുദന്വാൻ ഉത്സൃഷ്ട ദീർഘോർമി ഭുജൈരിവാർത്ത ചുക്രോശ യജ്ഞേശ്വര പാഹിമേതി. കുരൈക്ഷുരപ്രൈർദരയന്തദാപ ഉൽപാരപാരം ത്രിപരൂരസായാം ദദർശകാം തത്ര സുഷുപ്സുരഗ്രേ യാം ജീവധാനീം സ്വയമഭ്യദത്ത. കുരൈക്ഷുരപ്രൈർദരയന്തദാപ ഉൽപാരപാരം ത്രിപരൂരസായാം ദദർശകാം തത്ര സുഷുപ്സുരഗ്രേ യാം ജീവധാനീം സ്വയമഭ്യദത്ത. അപ്പോ ഭഗവാൻ തന്റെ ഖുരൈഹി ചുരപ്രൈഹി ദരയന്തദാപ, ക്ഷുരപ്രം എന്ന് പറഞ്ഞാല് മൂർച്ചയുള്ള അഗ്രത്തോടുകൂടി, ക്ഷുരമായ അഗ്രഭാഗത്തോടുകൂടിയ കുരങ്ങൾ, കുരങ്ങൾ എന്നാൽ കുളമ്പുകൾ, പന്നിയുടെ കയ്യിലും കാലിലുമുള്ള കുളമ്പുകളെ കൊണ്ട് ക്ഷുരപ്രൈ ഗുരൈഹി ഉൽപാരപാരം തദാപഹ ദറയൻ, എന്താ പറയുക, അതിരില്ലാതെ ഉള്ളതായിട്ടുള്ള, പാരമില്ലാത്തതായിട്ടുള്ള, ഉൽപാരമായിരിക്കുന്ന ആ സമുദ്രത്തിന് പാരം ഉണ്ടാക്കാൻ പോലെ,
കര കാണാൻ എന്നതുപോലെ അതിനെ തല്ലി തകർത്തുകൊണ്ട് തദാപഹ ദരയൻ, ആ വെള്ളത്തെ പിളർന്നുകൊണ്ട് അടിച്ച് പിളർക്കുകയാണ് ഭഗവാൻ. ആ തൻ്റെ കുളമ്പുകളെ കൊണ്ട് ഈ ജലാശയത്തെ ഒന്ന് തേവുമ്പോൾ ഭൂമി എന്താ പറയുക, അടിവശം കാണാം, ജലത്തിൻ്റെ അടിത്തട്ട് കാണാമെന്നതുപോലെയാണ്. അതുപോലെ എടുത്ത് അടിക്കുന്നു. ദരയൻ പിളർന്നുകൊണ്ട് രസായാം ഗാം ദദർശ, രസാതലത്തിലുള്ള ഗാം ഭൂമിയെ ദദർശ കണ്ടു. വളരെ വേഗത്തിൽ തന്നെ രസാതലത്തിൽ മറഞ്ഞിരിക്കുന്ന ആ ഭൂമിയെ കണ്ടു. ദദർശ അഗ്രേ തത്ര സുഷുപ്സുഹു ജീവദാനീം യാം സ്വയം അഭ്യദത്ത. ഏതൊരു ഭഗവാനാണോ പ്രളയജലത്തിൽ യോഗനിദ്ര ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് ഈ ജീവദാനിയായ ഭൂമിയെ സ്വയം അഭ്യദത്ത, തൻ്റെ ഉള്ളിൽ ധരിച്ചിരുന്നത്, സ്വയം അഭിദാനം ചെയ്തിരുന്നു, ഉള്ളിൽ ധരിച്ചിരുന്നു. അപ്പോൾ ഏതൊരു ഭൂമിയെ പ്രളയകാലത്ത് താൻ യോഗനിദ്ര ചെയ്യുമ്പോൾ തൻ്റെ ഉദരത്തിൽ വഹിച്ചിരുന്നുവോ, അപ്പോൾ തൻ്റെ മകളുമാണ് ഒരു കണക്കിന്, തൻ്റെ ഉദരത്തിൽ നിന്ന് പോയവളാണ്, തൻ്റെ ഭാര്യയാണ് ഒരു കണക്കിന്, അല്ലേ? ധരിത്രി ഭൂമി ഭഗവാന്റെ പത്നിയാണ്. അപ്പോൾ ആ പത്നിയുമാണ്, തന്നാൽ രക്ഷിക്കപ്പെടുന്നവളാണ്, തൻ്റെ പ്രിയതമയാണ്, തൻ്റെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് പോയവളാണ്. അങ്ങനെയൊക്കെയുള്ള തൻ്റെ ഉള്ളിലിരുന്നതായിട്ടുള്ള ഭൂമിയെ കണ്ടുപിടിക്കാൻ പ്രയാസം ഉണ്ടാവുമോ ഭഗവാന്? അതുകൊണ്ട് എളുപ്പത്തിൽ കണ്ടുപിടിച്ചു എന്നർത്ഥം. അപ്പോൾ ഏതൊരു ഭൂമിയാണോ ജീവദാനിയായിരിക്കുന്നത്, ജീവന്മാർക്കെല്ലാം ആധാരമായിരിക്കുന്നത്, ആ ദേവിയെ സ്വയം അഭ്യദത്ത ഭഗവാൻ ധരിച്ചിരുന്നു. ആ ഭൂമിയെ ഭഗവാൻ ഇവിടെ കണ്ടു. ദദർശ എന്ന് പറയണ ഇവിടെ ഭഗവാനെ ത്രിപരു എന്നൊരു പര്യായം കൂടി പറയുന്നുണ്ട്. ത്രിപരു എന്ന് പറഞ്ഞാൽ യജ്ഞമൂർത്തി എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് മൂന്ന് നേരവും ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളുടെ പേരാണ് പരു എന്ന് പറയുന്നത്. യജ്ഞങ്ങളിൽ അല്ലെങ്കിൽ അഗ്നിഹോത്രാദികളൊക്കെ ചെയ്യുന്നവർക്ക് 3 നേരവും ചെയ്യാനുള്ള സമിതാദാനം എന്ന് പറയുന്ന കർമ്മങ്ങളുണ്ട്. രാവിലെ, മധ്യാഹ്ന സന്ധ്യയിൽ, സായം സന്ധ്യയിൽ, അങ്ങനെ 3 നേരത്തും ചെയ്യേണ്ട പരു എന്ന് പറഞ്ഞാൽ സമിതാദാനം. അപ്പോൾ 3 നേരവും ചെയ്യേണ്ട ക്രിയകളോടുകൂടിയ സമനരൂപമായിരിക്കുന്ന വിഭാഗത്തോടുകൂടിയ യജ്ഞം, അതിന് ത്രിപരു. അപ്പോൾ യജ്ഞമൂർത്തി എന്ന് പറയാൻ ത്രിപരു എന്ന് ഭഗവാനെ പറഞ്ഞതാണ്. ആ ഭഗവാൻ തൻ്റെ തന്നെ പ്രിയപ്പെട്ടവളായ ഭൂമിയെ കണ്ടുപിടിച്ചു. എവിടുന്ന്? രസാതലത്തിൽ നിന്ന്. എങ്ങനെ? വെള്ളത്തേക്ക് തട്ടിത്തെറിപ്പിച്ചിട്ട്. കുറൈക്ഷുരപ്രൈർദരയന്തദാപ ഉൽപാരപാരം ത്രിപരൂരസായാം ദദർശകാം തത്ര സുഷുപ്സുരഗ്രേയാം ജീവധാനീം സ്വയം അഭ്യദത്ത സ്വദംഷ്ട്രയോധൃത്യ മഹീം നിമഗ്നാം സ ഉത്തിതഃ സംരുരുജേ രസായാഃ തത്രാദിദൈത്യം ഗതയാ പതന്തം സുനാഭസന്ദീപിതതീവ്രമന്യുഃ ജഗാനരുന്ദാനമസഹ്യ വിക്രമം സലീലയേവം മൃഗരാടിവംബസി തദ്രക്തപങ്കാങ്കിതഗണ്ഡതുണ്ടോ യഥാ ഗജേന്ദ്രോ ജഗതിം വിബിന്ദൻ തമാലനീലം സിതദന്തകോട്യാ ക്ഷ്മാമുൽക്ഷിബന്ധം ഗജലീലയാംഗ പ്രജ്ഞായ ബദ്ധാഞ്ജലയോനുവാഗൈഃ വിരിഞ്ചി മുഖ്യ ഉപതസ്തുരീശം. അപ്പോൾ വെള്ളത്തിൽ ഭൂമിയെ കണ്ടുപിടിച്ചു രസാതലത്തിൽ. ആ ഭഗവാൻ എന്ത് ചെയ്തു? സ്വദംഷ്ട്രയാ, തൻ്റെ ദംഷ്ട്ര കൊണ്ട് ഉദ്ധൃത്യ മഹീം നിമഗ്നാം, അവിടെ മുങ്ങിക്കിടന്നിരുന്ന നിമഗ്നയായ മഹിയെ ഉദ്ധൃത്യ, തൻ്റെ ദംഷ്ട്ര കൊണ്ട് ഭൂമിയെ ഉദ്ധരിച്ചിട്ട് മുകളിലേക്ക് പുഴക്കിയിട്ട് സ്വദംഷ്ട്രയോധൃത്യ മഹീം നിമഗ്നാം സ ഉത്തിതഃ സംരുരുജേ രസായാഃ. രസായാഃ സഹ ഉത്തിതഃ, ഭഗവാൻ രസാതലത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു, ഉത്ഥാനം ചെയ്തു വന്നു. അങ്ങനെയുള്ള ഭഗവാൻ സംരുരുചേ, നന്നായി പ്രകാശിച്ചു എന്നർത്ഥം. ഏറ്റവും നന്നായിട്ട് സമ്യക്കായിട്ട് രുചിച്ചു എന്ന് പറഞ്ഞാൽ പ്രസാദിച്ചു, പ്രകാശിച്ചു എന്നൊക്കെ അർത്ഥം. സംരുരുചേ തത്ര, അങ്ങനെ പൊങ്ങിക്കൊണ്ടുവരുമ്പോഴോ, ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ തത്ര അസഹ്യ വിക്രമം രുന്ദാനം ഗതയ ആപതന്തം ആദിദൈത്യം സുനാഭസന്ദീപിത തീവ്രമന്യുഃ അംബസി മൃഗരാടിവ സലീലയാ ജഗാന.
ഹിരണ്യാക്ഷവധത്തെ ചുരുക്കി പറഞ്ഞൂടെ? ഹിരണ്യാക്ഷവധം ചുരുക്കി പറഞ്ഞതാണത്. എന്താണ്? അങ്ങനെ ഉയർന്നു വരുന്ന അദ്ദേഹം എന്ത് ചെയ്തു? അസഹ്യവിക്രമം, സഹിക്കാൻ പറ്റാത്ത പരാക്രമത്തോടുകൂടിയവനായ, രുന്ദാനം, തന്നെ രോധിക്കുന്നവനും തടയുന്നവനും. ഭഗവാൻ ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവരുമ്പോൾ, നിൽക്കടാ കള്ള, കട്ടുകൊണ്ടുപോകുന്നു എൻ്റെ മുതല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കാട്ടുമൃഗമേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. ആര്? ഹിരണ്യാക്ഷൻ. ആ ഹിരണ്യാക്ഷനോട് രുന്ദാനം എന്ന് തന്നെ തടുത്തു നിൽത്തുന്നവനായിട്ടുള്ള, അതുപോലെ ഗതയാ ആപതന്തം, ഗതയോടുകൂടി തൻ്റെ നേരെ പാഞ്ഞു വരുന്നവനും നേരിട്ട് ചാടി വീഴുന്നവനുമായ ആദിദൈത്യം. ആ ആദിദൈത്യനെ, ഏറ്റവും ആദിയിലുണ്ടായിരുന്ന ആ അസുരനെ, രാക്ഷസനെ, ഹിരണ്യാക്ഷനെ, സുനാഭ സന്ദീപിത തീവ്രമന്യുഹു. സുനാഭം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആയുധമാണ് സുനാഭം. നല്ല സുഷ്ടുവായ നാഭിയോടുകൂടിയത്. എന്താണ്? സുദർശന ചക്രം. ആ സുദർശന ചക്രത്താൽ സന്ദീപിത തീവ്രമന്യുഹു, ഭഗവാന്റെ മന്യുവിനെ, കോപത്തെ ആ സുദർശന ചക്രം ദീപിപ്പിച്ചു, നല്ലോണം ഉജ്ജ്വലിപ്പിച്ചു, പ്രകോപിപ്പിച്ചു. സുദർശന ചക്രം ഭഗവാനെ ഒന്നുകൂടെ പ്രകോപിപ്പിച്ചു. അതെന്താ സംഭവം? അത് കഥയിൽ വിവരിക്കാൻ പോകുന്നുണ്ട് എന്താണ് ഉണ്ടായത് എന്ന്. എന്താണെന്ന് വെച്ചാൽ, ഭഗവാന്റെ ഗദയെ ഹിരണ്യാക്ഷനെ അടിച്ചു തെറിപ്പിക്കും. അപ്പൊ ഭഗവാൻ നിരായുധനായി പോകുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് സുദർശന ചക്രം പാഞ്ഞു വരും, ഭഗവാന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് പറയും, ഞാൻ സഹായിക്കാമെന്ന്, എനിക്ക് അനുവാദം തരൂ, ഞാൻ ഇവന്റെ ശിരസ്സെടുക്കാം എന്ന് സുദർശന ചക്രം ഭഗവാന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഭഗവാന് കോപം. പിന്നെ നിന്റെ സഹായം ഇല്ലാതെയാണ് എന്ന മട്ടില് ഭഗവാൻ ഒന്നുകൂടെ കോപിച്ചിട്ട് ഇടത്തെ കൈ കൊണ്ട് ഒരൊറ്റ അടിയടിച്ചു. എവിടേക്ക്? ഹിരണ്യാക്ഷന്റെ ചെവിട്ടത്തെ ചെവിക്കുറ്റിക്ക്. കർണമൂലേ അഹൻ എന്നാണ് പറയുക. കരണക്കുറ്റി നോക്കി ഒരടി കൊടുത്തു. കൈകൊണ്ടടിച്ചാ കൊല്ലുന്നത്. കുളമ്പടിയാണ് അല്ലേ? കുളമ്പുള്ള കൈകളാണ്. അതുകൊണ്ട് അടിച്ച് ഹിരണ്യാക്ഷനെ കൊല്ലും. അപ്പോൾ ഈ സുദർശന ചക്രം വന്ന് ഞാൻ സഹായിക്കണോ എന്നുള്ള മട്ടിൽ ഭഗവാന്റെ രക്ഷയ്ക്ക് വന്നപ്പോൾ ഭഗവാന് കോപം വന്നു. പിന്നെ നിന്റെ സഹായം ഇല്ലാതെയാണ് എന്ന മട്ടില് ആ സുദർശനത്തെ പരിഹസിച്ചുകൊണ്ട് ഭഗവാൻ ഒരു അടിയടിച്ചു ഹിരണ്യാക്ഷന്റെ ചെവിക്കുറ്റിക്ക്. അതോടുകൂടി രക്തം ഛർദ്ദിച്ച് ഹിരണ്യാക്ഷൻ മരിക്കുകയാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് ഇനി കഥ വരാൻ പോകുന്നുണ്ട്. അതിനെ ഇവിടെ ഭഗവാന്റെ പേരായിട്ടൊന്ന് ചുരുക്കി പറഞ്ഞതാണ്. ഇവിടെ എന്താ പറഞ്ഞത്? സുനാഭ സന്ദീപിത തീവ്രമന്യുഹു. സുനാഭത്താൽ സന്ദീപിപ്പിക്കപ്പെട്ട തീവ്രമന്യുവായ ഭഗവാൻ. ഏതുപോലെ? മൃഗരാടിവ, മൃഗരാട് ഇവം ഇവ. ഒരു സിംഹം ആനയെ എന്ന പോലെ ഭഗവാനെ സിംഹത്തോട് ഉപമിച്ചിട്ട് ഹിരണ്യാക്ഷനെ ആനയോട് ഉപമിച്ചിരിക്കുകയാണ്. എങ്ങനെയാണോ സിംഹം ആനയെ മസ്തകത്തിൽ അടിച്ചു കൊല്ലുന്നത്, അതുപോലെ അംബസി, ഈ ജലാശയത്തിൽ വെച്ച് മൃഗരാട് ഇഭം നിവ സലീലയാ ജഗാന, ലീലയായിട്ട് കളിയായിട്ട് ഹനിച്ചു. എന്നിട്ട് തദ് രക്തപങ്കാങ്കിത ഗണ്ഡതുണ്ട ജഗതീം വിഭിന്ദൻ ഗജേന്ദ്ര ഇവ ഉത്തിത. ഒരു ആന എങ്ങനെയാണോ അതിൻ്റെ കൊമ്പ് ഭൂമിയൊക്കെ പിളർന്നിട്ട് അല്ലേ മതം പിടിച്ചിരിക്കുമ്പോൾ പല മണ്ണൊക്കെ അങ്ങനെ കുന്നുകളെയൊക്കെ ചെന്ന് ഇടിച്ച് അതിൻ്റെ കൊമ്പിലൊക്കെ മണ്ണൊക്കെ പറ്റി നിൽക്കും, ചെമ്മണ്ണൊക്കെ പറ്റി നിൽക്കുന്നത് പോലെ ഈ ഇദ്ദേഹത്തിൻ്റെ തേറ്റയിൽ ഈ ഹിരണ്യാക്ഷന്റെ രക്തം പുരണ്ടത്. അതിനെയാണ് ഇവിടെ ഉപമിച്ചത്. എന്താണ്? തദ് രക്തപങ്ക അങ്കിത ഗണ്ഡതുണ്ട. അവന്റെ രക്തപങ്കം, രക്തമാകുന്ന അഴുക്ക്, രക്തമാകുന്ന ചെളി, അങ്കിതം അടയാളപ്പെട്ടതായിട്ടുള്ള ഗണ്ഡവും തുണ്ടവും. ഗണ്ഡം എന്ന് പറഞ്ഞാൽ കവിൾത്തടവും, തുണ്ടം എന്ന് പറഞ്ഞാൽ ചുണ്ടും മുഖവുമൊക്കെ. അപ്പൊ ഈ വരാഹമൂർത്തിയുടെ ചുണ്ടും മുഖവുമൊക്കെ ഈ ഹിരണ്യാക്ഷന്റെ രക്തം കൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നു. അപ്പോൾ അല്ലേ, പന്നി മുഖം കൊണ്ടാണ് ഇടിക്കുക. അതുപോലെ ഇവിടെ ഈ യുദ്ധത്തിൽ വരാഹമൂർത്തിയും ഹിരണ്യാക്ഷനും തമ്മിലുള്ള യുദ്ധത്തിൽ ഈ ഭഗവാന്റെ മുഖത്തും കവിളത്തും ഒക്കെ ഇവന്റെ രക്തം പുരണ്ടിട്ടുണ്ട്. അതാണ് തദ് രക്തപങ്കാങ്കിത ഗണ്ഡ തുണ്ട. അങ്ങനെയുള്ള മുഖത്തോടു കൂടിയവനായിട്ട് ജഗതീം വിബിന്ദന് ഗജേന്ദ്ര ഇവ, ഭൂമിയെ പിളർക്കുന്ന ഗജേന്ദ്രനെ പോലെ ആ ജലാശയത്തിൽ നിന്ന് ഉത്തിത, ഈ ഹിരണ്യാക്ഷ വധം കഴിഞ്ഞ് അദ്ദേഹം പൊങ്ങി വന്നു.
അപ്പോൾ ആ വരവിനെ വർണ്ണിച്ചതാണ്. ഒരു ഒന്നൊന്നര വരവാണ് വരുന്നത്. ആ വരവിനെ വർണ്ണിച്ചു. സ്വദംഷ്ട്രയോധൃത്യമഹീം നിമഗ്നാം സൗത്തിത സംരുരുചേരസായാഹ തത്രാദിദൈത്യം ഗതയാ പദന്തം സുനാഭസന്ദീപിത തീവ്രമന്യുഃ ജഗാനരുന്ദാനമസഹ്യ വിക്രമം സലീലയേ ഭമ്രകരാടി വംബസി തദ്രക്തപങ്കാങ്കിത ഗണ്ഡതുണ്ടോ യഥാ ഗജേന്ദ്രോ ജഗതീം വിബിന്ദൻ തമാലനീലം സിതദന്തകോട്ട്യാ ക്ഷ്മാമുൽക്ഷിപന്തം ഗജലീലയാംഗ പ്രജ്ഞായ ബദ്ധാഞ്ജലയോനുവാഗൈഃ വിരിഞ്ചി മുക്യാ ഉപതസ്തുരീശം. ആ ഗജലീലയാ, ആന കളിക്കുന്നത് പോലെ കളിച്ചിട്ട് സിതദന്തകോട്ട്യാ, തൻ്റെ വെളുത്തതായിട്ടുള്ള കൊമ്പിൻ്റെ ആ ദന്തത്തിൻ്റെ ആ തേറ്റയുടെ കോടി കൊണ്ട്, കോടി എന്നാൽ അഗ്രം കൊണ്ട്, ക്ഷ്മാം ഉൽക്ഷിപന്തം ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്നവനായ, തമാലനീലം ഈശം പ്രജ്ഞായ. തമാലം എന്ന് പറഞ്ഞാൽ ഒരു പച്ചില വൃക്ഷമാണ്. അതിൻ്റെ നിറം പോലെയുള്ള, നിറത്തോടുകൂടിയ കറുകറുന്നുള്ളതായിട്ടുള്ള വർണ്ണത്തോടുകൂടിയ ആ ജന്തുവിനെ, ആ വരാഹത്തെ ഈശം പ്രജ്ഞായ, അത് ഈശ്വരനാണ് എന്നറിഞ്ഞിട്ട് വിരിഞ്ചി മുഖ്യാഹ, ബ്രഹ്മദേവൻ മുതലായിട്ടുള്ളവരെല്ലാവരും ബദ്ധാഞ്ജലയ, അഞ്ജലി കൂപ്പി തൊഴുതുകൊണ്ട്, കൈകൂപ്പി തൊഴുന്നവരായിക്കൊണ്ട്, അനുവാകൈഹി ഉപതസ്തുഹു, വിവിധങ്ങളായ സ്തുതികളെ കൊണ്ട്, വേദസ്തുതികളെ കൊണ്ട്, ഉപതസ്തുഹു ഉപാസന ചെയ്തു, അല്ലെങ്കിൽ സ്തുതി ചെയ്തു. ഭഗവാനെ, വരാഹമൂർത്തിയെ വീണ്ടും സ്തുതിച്ചു അവര്. ആ സ്തുതി അടുത്ത് പറയാനിരിക്കുന്നു 35-ാം ശ്ലോകം മുതൽക്ക്. അപ്പോൾ ആ ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവരുന്നതായിട്ടുള്ള ആ വരാഹമൂർത്തിയെ കണ്ട് അത് ഈശ്വരൻ തന്നെയാണെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ബ്രഹ്മാദി ദേവന്മാരും, അല്ലെങ്കിൽ സനകാദികളും മറ്റ് പ്രജാപതിമാരും എല്ലാവരും കൂടി വൈദിക മന്ത്രങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു എന്ന് പറയുന്നുണ്ട്. ഹേ അംഗ എന്നുള്ളത് വിദുരനെ മൈത്രേയൻ സംബോധന ചെയ്തതാണ്. തമാലനീലം സിതദന്ത കോട്ട്യാ ക്ഷ്മാമുൽക്ഷിപന്തം ഗജലീലയാംഗ പ്രജ്ഞായ ബദ്ധാഞ്ജലയോനുവാഗൈഃ വിരിഞ്ചി മുഖ്യാ ഉപതസ്തുരീശം. അപ്പൊ ഇങ്ങനെ വരാഹാവതാര കഥയെ വളരെ ചുരുക്കി പറയണം ഇവിടെ. ഇനി ആ സ്തുതി വർണ്ണിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വിദുരൻ ഈ കഥയുടെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്കും ചോദ്യങ്ങൾ ഉണ്ടാകാം. ഈ കഥയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവേണ്ട കഥയാണ്. കാരണം രഹസ്യമായിട്ടുള്ള കഥയാണ്. ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്ക് കഥ മുഴുവൻ കണ്ടിട്ട് ഉത്തരം പറയാം. കഥകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ടോ നോക്കട്ടെ. ഈ കഥയിൽ എന്തൊക്കെയാണ് പരസ്പരം യോജിക്കാത്തത്, ബന്ധപ്പെടാത്തതൊക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഘടിക്കാത്ത കാര്യങ്ങളുണ്ട്. അതെന്താണ്, എന്തുകൊണ്ടങ്ങനെ എന്നൊക്കെ ചോദ്യങ്ങൾ വരണം. അപ്പോഴേ ഉത്തരം ശരിയാവുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും. നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ ക്ലാസ്സില്ല. നാളെ കോഴിക്കോട് ഒരു മീറ്റിങ്ങിന് പോകണം. അപ്പോൾ ക്ലാസ്സില്ല. മറ്റന്നാൾ തിങ്കളാഴ്ച ഉണ്ടായിരിക്കും. ഹരി ഓം. നാളെ ആരും കാത്തിരിക്കേണ്ട, ഇപ്പം തന്നെ പറഞ്ഞേക്കാം. തിങ്കളാഴ്ച കാണാം. ഹരി ഓം. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും ശുഭദിനാശംസകൾ. നാളെ നല്ലൊരു ഞായറാഴ്ചയും ആശംസിക്കുന്നു. മറ്റന്നാൾ കാണാം. ഹരി ഓം.